അള്ളാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു തന്ന വിശുദ്ധമായ ഖുർആൻ. ആ ഖുർആനിന്റെ രണ്ടാമത്തെ അധ്യായമാണ് സൂറത്തുൽ ബഖറ. ബഖറ എന്ന് പറഞ്ഞാൽ അതിന് അർത്ഥം നാൽക്കാലി. ബഖറ എന്ന് പറഞ്ഞാൽ നന്നായി കേൾക്കണം, ഖുർആൻ തുറന്നാൽ ഉടനെ കാണുന്നത് കുടുംബത്തിന്റെ ബന്ധങ്ങളെയാണ്. രണ്ടാമത്തെ അധ്യായത്തിന്റെ പേരാണ് സൂറത്തുൽ ബഖറ എന്ന് പറഞ്ഞാൽ, ബഖറ എന്ന് പറഞ്ഞാൽ നാൽക്കാലി. നാൽക്കാലിയെ കുറിച്ച് ഖുർആൻ പറയാൻ കാരണം എന്താ? നാൽക്കാലിയെ പോലെ മനുഷ്യനാവരുത്. നമ്മളൊക്കെ രാവിലെ പത്രമെടുത്താലേ കാണാറുള്ളൂ അപൂർവ ഇനത്തിൽപ്പെട്ട ചിത്രശലഭത്തെ കണ്ടെത്തി. ഒരു കാലഘട്ടത്തിൽ ഇവിടുത്തെ ഏറ്റവും വലിയ ജീവികളായിരുന്നു ദിനോസറുകൾ. ആ ദിനോസറുകൾ ഒരെണ്ണത്തെ പോലും ഇന്ന് ഭൂമിയിൽ കാണാനില്ലല്ലോ. ദിനോസർ എന്ന് പറയുന്ന ഒരു വലിയ ജീവി, മനുഷ്യന്റെ 10 ഇരട്ടി വലിപ്പമുള്ള ജീവിച്ചിരിപ്പുണ്ടായിരുന്നു എന്ന് അറിയണമെങ്കിൽ തിരുവനന്തപുരം മ്യൂസിയത്തിന്റെ തെക്കേ നടയിൽ തെക്കേ ഗേറ്റിൽ ഒരു വലിയ പ്രതിമയുണ്ടാക്കി വെച്ചിട്ടുണ്ട് ദിനോസറിന്റെ. കാരണം എന്താ? ഇത്രയും വലിയ നാൽക്കാലികളായ ഒരു കാലഘട്ടത്തിൽ മനുഷ്യനേക്കാൾ വലുതായിരുന്ന ഈ നാൽക്കാലികൾ മുഴുവനും ഈ ഭൂമിയിൽ നിന്ന് വംശനാശം സംഭവിച്ചു പോകാനുള്ള പ്രധാനപ്പെട്ട കാരണം അവരുടെ കൃത്യമായ വിവാഹ ബന്ധങ്ങളോ അവരുടെ കൃത്യമായ ശാരീരിക ബന്ധങ്ങൾ, പ്രത്യുൽപാദന രീതികൾ ഇല്ലാതിരുന്നു എന്നത് തന്നെയാണ്. അതുകൊണ്ടാണ് ചിത്രശലഭങ്ങളൊക്കെ അപൂർവ വർഗത്തിൽപ്പെട്ടു പോയത്. അല്ലാഹു സുബ്ഹാനഹു വ തആല തീരുമാനിച്ചു, മനുഷ്യ നീ ചിത്രശലഭത്തെ പോലെയല്ല, നാൽക്കാലികളെ പോലെ വിവാഹം കഴിക്കാതെ കൃത്യമായ കുടുംബ ജീവിതമില്ലാതെ നീ നടന്നു പോയാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഭൂലോകത്തെ ഏറ്റവും ആദരിച്ച വ്യക്തിയാണല്ലോ മനുഷ്യൻ. വലഖദ് കറംനാ ബനി ആദം, ആദമിന്റെ സന്തതികളെ ഞാൻ ബഹുമാനിച്ചിരിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഭൂമുഖത്തേറെ ബഹുമാനിച്ച മനുഷ്യവർഗം അത് നാൽക്കാലികളെ പോലെ വംശനാശം നൽകി പോവേണ്ടതല്ല. അത് അവസാനം വരെ ഈ ലോകത്ത് അല്ലാഹ് 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 എന്ന പടച്ചവന്റെ ഏകത്വത്തിന്റെ നാമം ഉരുവിടാൻ മനുഷ്യൻ അവസാനം വരെ ഈ ഭൂലോകത്തിൽ നിന്ന് നിലനിൽക്കണമെന്ന് അല്ലാഹുവിനെ നിർബന്ധമുള്ളത് കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യന് മാത്രം കുടുംബ ബന്ധങ്ങളെ, വിവാഹ ബന്ധങ്ങളെ അല്ലാഹു നിർബന്ധമാക്കിയിരിക്കുകയാ. അതുകൊണ്ടാണ് അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ സൂറത്തുൽ ബഖറ കഴിഞ്ഞാൽ 3-ാമത്തെ അധ്യായത്തിന് അല്ലാഹുവിന്റെ ഖുർആൻ പേര് കൊടുത്തത് സൂറത്തു ആല ഇമ്രാൻ. ആലു ഇമ്രാൻ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഇമ്രാന്റെ കുടുംബം എന്നല്ലേ. 3-ാമത്തെ അധ്യായത്തിന് അല്ലാഹു പേര് വെച്ചു കൊടുത്തത് നരകത്തിനെ കുറിച്ചല്ല, സ്വർഗത്തെ കുറിച്ചല്ല, പരലോകത്തിന്റെ ഏറ്റവും വിശിഷ്ടമായ അത്യപൂർവമായ ഒരു നാമമല്ല. സൂറത്തു ആല ഇമ്രാൻ 3-ാമത്തെ അധ്യായത്തിന്റെ പേര് ആലു ഇമ്രാൻ, ഇമ്രാന്റെ കുടുംബം. 4-ാമത്തെ അധ്യായത്തിന് പേര് വെച്ചതോ 4-ാമത്തെ അധ്യായത്തിന്റെ പേരാണ് അന്നിസാ. ഒരു കുടുംബ ബന്ധത്തിന്റെ ആധാരശിലയായ, ഒരു കുടുംബത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വിളക്കായ, ഒരു കുടുംബത്തിന് വെളിച്ചം നൽകാൻ അല്ലാഹു ലോകത്ത് സൃഷ്ടിച്ച അന്നിസാ, പെണ്ണ് എന്നാണ് അല്ലാഹു 4-ാമത്തെ അധ്യായത്തിന് പേര് വെച്ചത്. എന്റെ പ്രിയപ്പെട്ട സഹോദരാ സഹോദരി, 5-ാമത്തെ അധ്യായത്തിന് അല്ലാഹു പേര് വെച്ചതോ അൽ മാഇദ, ഭക്ഷണത്തലിക. ഒരു കുടുംബത്തിന്റെ വ്യവഹാര ബന്ധങ്ങളെ, ഒരു കുടുംബത്തിന്റെ സ്നേഹബന്ധങ്ങളെ ഊട്ടിയുറപ്പിച്ചു കൊണ്ടുപോകുന്ന ഭക്ഷണങ്ങളുടെ നവരുചികളെ വിളമ്പി കൊടുക്കുന്ന ഭക്ഷണ തലികയെ കുറിച്ച് ഞാൻ ഈ പറഞ്ഞത് അല്ലാഹുവിന്റെ ഖുർആൻ ഇങ്ങനെ നമ്മൾ പരിശോധിച്ചു നോക്കിയാൽ ആദ്യത്തെ അധ്യായത്തിന് ബഖറ എന്ന് പേര് വെച്ച് നാൽക്കാലിയെ പോലെ അവരുടെ കുടുംബ ബന്ധങ്ങളിലൂടെ, സ്ത്രീയുടെ സ്നേഹബന്ധങ്ങളിലൂടെ നിന്റെ കുടുംബത്തെ മുന്നോട്ട് കൊണ്ടുപോകണേ എന്ന് ലോകത്ത് ആദ്യമായി കുടുംബ ബന്ധത്തിന് ഇത്രയേറെ പ്രാമാണിക പ്രതിബദ്ധത കൽപ്പിച്ച അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ, അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ. ആ ഖുർആൻ എത്രമേൽ പ്രാമാണികത കൽപ്പിച്ചു എന്ന് മാത്രമല്ല, ഈ മസ്ജിദിൽ നിങ്ങൾ ഇശാ നമസ്കാരത്തിന് വേണ്ടി പടച്ചറപ്പിന്റെ മുമ്പിൽ പോയിരുന്നപ്പോ അള്ളാഹുമായിട്ടൊരു വിശ്വാസം നടത്തുന്ന അഭിമുഖ സംഭാഷണമാണല്ലോ നമസ്കാരം എന്ന് പറയുക. ഒരു ദിവസം 5 പ്രാവശ്യം നിർബന്ധമായി നിർവഹിക്കേണ്ട നമസ്കാരം. ആ നമസ്കാരം പൂർത്തീകരിച്ച് അവസാനത്തെ അത്തഹിയാത്തോടി കഴിയുമ്പോ അവസാനത്തെ അത്തഹിയാത്തിൽ നമ്മൾ എല്ലാവരും 2 കുടുംബത്തെ
കുറിച്ച് പറഞ്ഞാലല്ലാതെ അവന്റെ നമസ്കാരം പോലും പൂർണ്ണമാവില്ലല്ലോ. ഇത്രമേൽ അല്ലാഹു സുബ്ഹാനഹു വ തആല കുടുംബ ബന്ധത്തെ ചേർത്ത് വെച്ചിരിക്കുകയാ. ഇന്ന് നിങ്ങൾ നമസ്കാരത്തിന്റെ അവസാനത്തെ അത്തഹിയാത്തില് നിസ്കാരത്തില് അത്തഹിയാത്ത് ഓതുമ്പോ അത്തഹിയാത്തു മുബാറകാത്തു സ്വലവാത്തു തയ്യിബാത്തു ലില്ലാഹ് അസ്സലാമു അലൈക അയ്യുഹൻ നബിയ്യു റഹ്മത്തുള്ളാഹി വ ബറകാതുഹു എന്ന് നിങ്ങൾ അത്തഹിയാത്ത് ഓതിയതിനു ശേഷം അവസാനം അത്തഹിയാത്തിലൊരു സ്വലാത്ത് ചൊല്ലാറില്ലേ? അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വ അലാ ആലി മുഹമ്മദിൻ കമാ സ്വല്ലൈത അലാ ഇബ്രാഹീം വ അലാ ആലി ഇബ്രാഹീം. അല്ലാഹുവേ അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ മഹാനായ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് നീ അനുഗ്രഹം വർഷിപ്പിക്കണമേ. വ അലാ ആലി മുഹമ്മദിൻ നിന്റെ റസൂലിന്റെ കുടുംബത്തിന്റെ മേൽ വ അലാ ആലി മുഹമ്മദ് ആലു ഇമ്രാനിനെ ഖുർആനിൽ പറഞ്ഞതുപോലെ ആലു മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തീർന്നില്ല. കമാ സല്ലൈത അലാ ഇബ്രാഹീമ വ അലാ ആലി ഇബ്രാഹീം. മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കുടുംബത്തിന് അനുഗ്രഹം ചെയ്യണേ. എന്നെ കേൾക്കാനത്തെ സഹോദരങ്ങളോട് സഹോദരിമാരോട് അത്തഹിയാത്തിൽ ഇരിക്കുമ്പോൾ പോലും ലോകത്ത് മുഴുവനുമുള്ള മനുഷ്യൻ അവൻ പ്രമാണിയാകട്ടെ, പണ്ഡിതനും പാമരനുമാകട്ടെ, തൊഴിലാളിയാവട്ടെ, മുതലാളിയാവട്ടെ, ഒരു ദിവസം 5 പ്രാവശ്യം അവൻ 2 കുടുംബത്തെ കുറിച്ച് പറഞ്ഞാലല്ലാതെ അവന്റെ ആരാധനകൾ പോലും പൂർത്തിയാവില്ലെന്നിരിക്കെ ഏത് കുടുംബത്തെയാണ് പറയുക? മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കുടുംബം. അതേത് കുടുംബം എന്നറിയുമോ? 4000 വർഷങ്ങൾക്ക് മുമ്പ് യൂഫ്രട്ടീസ് നദിയുടെ തീരത്തുകൂടി നടന്നുപോയ വിഗ്രഹാരാധകനായ പിതാവിന്റെ ആദർശ വ്യതിചലനത്തിനോട് സംവദിച്ചിട്ട് നടന്നുപോയ അവസാനം തന്റെ പ്രിയപ്പെട്ട മകനെ പോലും അല്ലാഹു വേണ്ടി ബലിയെടുക്കേണ്ടി വന്ന പ്രിയപ്പെട്ട ഭാര്യയെ മരുഭൂമിയിൽ ഉപേക്ഷിക്കേണ്ടി വന്ന ത്യാഗത്തിന്റെ പ്രതീകമായ മഹാനായ നബിയുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം. എന്തിനാണ് അല്ലാഹു നിശ്ചയിച്ചതെന്നത്? കുടുംബ ജീവിതം പരീക്ഷണങ്ങളുടെ കനൽപദങ്ങളിലൂടെ താണ്ടിപ്പോകും മനുഷ്യ. എത്രമേൽ പ്രാമാണികമാണ് ഇസ്ലാം എന്ന് കരുതുക. രാത്രിയിൽ നീ നിന്റെ വീട്ടിലേക്ക് പോകുമ്പോഴും രാവിലെ എഴുന്നേറ്റ് സുബഹി നിസ്കരിക്കുമ്പോഴും നീ നിന്റെ കുടുംബത്തെ ഓർക്കണേ. കുടുംബ ജീവിതം താളാത്മകമല്ല, കുടുംബ ജീവിതം അത്രമേൽ സുന്ദരമല്ല. കുടുംബ ജീവിതം എന്നാൽ പരീക്ഷണത്തിന്റെ കനൽപദങ്ങളിലൂടെ നടന്നു പോകേണ്ടതാണ്. 1000 വ്യാധികളും ആധികളും വ്യതകളും സതകളും പരീക്ഷണങ്ങളും രോഗങ്ങളും കടങ്ങളും പ്രയാസങ്ങളും ഒരു മനുഷ്യന്റെ ജീവിതത്തെ കണ്ണുനീരണിയിച്ചിട്ടാണ് കുടുംബ ജീവിതം നടന്നു പോവുക. അത്രമേൽ ജീവിതത്തിൽ ദുഃഖിക്കുന്നവനെ മഹാനായ ഇബ്രാഹിം നബിയുടെ കുടുംബത്തെ അറിയുമോ? ഇബ്രാഹിം നബിയാരാ? ജനിച്ചപ്പോൾ തന്നെ വിഗ്രഹാരാധകനായ താന്തോന്നിത്തരത്തിന്റെ ഉപാസകനായ പിതാവിന്റെ മകനായി ജനിച്ച തന്റെ ബാല്യകാലം മുഴുവനും പിതാവിനോട് അല്ലാഹുവിനെ കുറിച്ച് സംവദിച്ചു കൊടുത്ത യാ അബതി ലിമ തഅബുദു മാ ലാ യസ്മഉ വലാ യുബ്സിറു വലാ യുഗ്നി അൻക ശൈആ. ഖുർആൻ സൂറത്തു മറിയമിൽ പറയുന്നുണ്ടല്ലോ. എല്ലാം വിവരിക്കാൻ ഈ വിനീതന് സമയമില്ല സഹോദരാ. പറയുന്ന കണ്ടന്റുകളെ മനസ്സിലാക്കണേ. തന്റെ പ്രിയപ്പെട്ട വാപ്പ പടച്ചറപ്പിന് എതിര് പ്രവർത്തിക്കുകയാ. അപ്പോഴും വാപ്പാന്റെ മുമ്പിൽ പോയി വാപ്പാ യാവത്തി എന്റെ പ്രിയപ്പെട്ട ഉപ്പ. ഇബ്രാഹിം നബി ആദർശപരമായി മറുഭാഗത്ത് നിന്ന് വാപ്പാനെ സംബോധന ചെയ്തത് യാവത്തി എന്റെ പ്രിയപ്പെട്ട പിതാവേ എന്നാണ്. ആദർശപരമായി 2 സ്ഥലത്ത് നിൽക്കുമ്പോൾ പോലും പിതാവിനെ അമാന്യമായി സംബോധന ചെയ്തിട്ടില്ല ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം. യാ അബതി എന്റെ പ്രിയപ്പെട്ട ഉപ്പ ലിമ തഅബുദു മാ ലാ യസ്മഉ. എന്തിനാണ് കാണുകയും കേൾക്കുകയും ചെയ്യാത്ത കരിങ്കൽ വിഗ്രഹത്തെ ആരാധിക്കുന്നത് ഉപ്പ എന്ന് തന്നെ ആദർശപരമായി മറുചേരി നിൽക്കുന്ന ഉപ്പയോട് സ്നേഹത്തോടെ സംവദിച്ചു. അവസാനം ഗാർഹികപരമായ അന്തരീക്ഷത്തിൽ നിന്ന് രക്ഷപ്പെടാനൊരു വിവാഹം കഴിച്ചു.
ആഗ്രഹിച്ചുവല്ലോ. നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കണം. ഇബ്രാഹിം നബി തന്റെ വാപ്പയുടെ ഗൃഹാന്തരീക്ഷത്തിൽ നിന്ന് രക്ഷ നേടാനാണ് ഒരു വിവാഹം കഴിച്ചത്, മഹതിയായ സാറാ റളിയല്ലാഹു തആല അൻഹ. പക്ഷേ പ്രിയപ്പെട്ട ഇബ്രാഹിം നബി സാറാ ബീവി വിവാഹം ചെയ്തിട്ട് വർഷങ്ങളോളം അവർക്ക് മക്കളെ കിട്ടിയില്ല. അല്ലാഹു അവർക്കൊരു മക്കളെ കൊടുത്ത് അനുഗ്രഹിച്ചില്ല. ആരാണ് ഇബ്രാഹിം നബി? വത്തഖദല്ലാഹു ഇബ്രാഹിമ ഖലീലാ. ഇബ്രാഹിം നബി എന്നെ ആത്മസുഹൃത്താണെന്ന് പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവായ അല്ലാഹു സുബ്ഹാനഹു വ തആല രേഖപ്പെടുത്തിയ തനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആത്മസുഹൃത്തിന് അല്ലാഹു ഒരു പുത്ര സൗഭാഗ്യം കൊടുത്തില്ല. വർഷങ്ങളോളം മക്കളില്ലാതെ കവിൾത്തടത്തിലൂടെ കണ്ണുനീര് തടം തല്ലിയാ തുടങ്ങി. ഒരു മകനെ കിട്ടണമെന്ന ആഗ്രഹത്തിലാണ് രണ്ടാമത് ഹാജറ റളിയല്ലാഹു അൻഹ വിവാഹം കഴിക്കുന്നത്. ഇബ്രാഹിം നബി എന്ന കുടുംബ നായകനെ ഒന്ന് പരിചയപ്പെടുമോ? എന്റെ പ്രിയപ്പെട്ട സഹോദര, നമ്മളൊന്നും ജീവിതത്തിൽ ഒരു പരീക്ഷണങ്ങളും തടഞ്ഞിട്ടില്ല. അവസാനം ഹാജറ ബീവിയെ വിവാഹം കഴിച്ച് അതിലൊരു പൊന്നുമോനുണ്ടായി ഇസ്മായിൽ. കാത്തിരുന്ന് ജീവിതത്തിന്റെ സായാഹ്ന ഘട്ടത്തിലൊരു പുത്ര സൗഭാഗ്യം കിട്ടി. ആ മകനെ ഒരു വാപ്പ എത്രത്തോളം സ്നേഹത്തോടെ പരിചരിക്കുന്നുണ്ട്. എന്റെ പ്രിയപ്പെട്ട ജീവിതത്തിന്റെ സായാഹ്ന ഘട്ടത്തിൽ കിട്ടിയ പൊന്നുമോനെ താലോലിച്ചിരിക്കുമ്പോ ആ സമയത്താണ് പടച്ചറപ്പിന്റെ കൽപ്പന വന്നത്. ഭാര്യയെയും മകനെയും ഉപേക്ഷിച്ചിട്ട് ഫലസ്തീനിലേക്ക് പൊക്കോ. പാരാവാരം പോലെ പരന്നു കിടക്കുന്ന മക്കാ മരുഭൂമിയിൽ തന്റെ പ്രിയപ്പെട്ട ഭാര്യ ഹാജറയുടെ കൈ പിടിച്ച് പൊന്നുമോൻ ഇസ്മായിൽ തോളിൽ ചാരി കിടക്കുമ്പോ അവരെ മരുഭൂമിയുടെ മധ്യഭാഗത്ത് നിർത്തി ഒരക്ഷരം പോലും ഉരിയാടാതെ തന്റെ ഹൃദയത്തിൽ വേദനകൾ ഞുറുകുമ്പോഴും കടിച്ചു പിടിച്ച് പടച്ചറപ്പിന്റെ തൃപ്തിക്ക് വേണ്ടി ഫലസ്തീനിലേക്ക് മക്കാ മലരാവുന്നത്തിൽ മകനെയും ഭാര്യയും ഉപേക്ഷിച്ച ഇബ്രാഹിം നബി തന്റെ ഭർത്താവ് തന്നെ ഉപേക്ഷിച്ചിട്ട് ഫലസ്തീനിലേക്ക് പോയപ്പോ ഭർത്താവിനെ ശപിച്ചില്ല, ആ ഭർത്താവിനെ വഞ്ചിച്ചില്ല. 8 വർഷം കഴിഞ്ഞിട്ടാണ് പിന്നെ ഇബ്രാഹിം നബി ചരിത്രപ്രകാരം മടങ്ങി വരുന്നത്. ആ 8 വർഷം തന്റെ ഭർത്താവ് തന്നെ അമാനത്തായി ഏൽപ്പിച്ച ശരീരത്തെ സൂക്ഷിച്ച് പൊന്നുമോൻ ഇബ്രാഹിമിന് വെള്ളം കൊടുത്തു വളർത്തി. അവസാനം 8 വർഷം കഴിഞ്ഞ് തിരിച്ചു വന്ന് 8 വർഷത്തെ വിരഹത്തിന് ശേഷം ഭാര്യയെയും മക്കളെയും കണ്ട് സന്തോഷത്തോടെ ഇബ്രാഹിം നബി കെട്ടിപ്പിടിക്കുമ്പോഴാ രാത്രിയിൽ അടുത്ത കൽപ്പന വരുന്നത്, എന്റെ മോനെ അങ്ങ് അറുക്കണേ ഇബ്രാഹിം. തന്റെ ഭാര്യയോട് കഥ പറഞ്ഞിട്ട് പെങ്ങളെ പെണ്ണെ തന്റെ മകനെ അറുക്കാൻ അല്ലാഹു കൽപ്പിച്ചെന്ന് പറയവേ തന്റെ പ്രിയപ്പെട്ട ഭർത്താവിനോട് ഒരു പരാതികളും പരിഭവങ്ങളും ഇല്ല. ഇത്രനാള് നിങ്ങൾ എവിടെയായിരുന്നു? ഞാനാണ് എന്റെ പൊന്നുമോനെ മരുഭൂമിയിൽ വളർത്തിയത്. ഇപ്പൊ വന്ന് കരുത്തിറക്കാൻ ചോദിക്കുന്നു എന്നുള്ള ചോദ്യമില്ല. അനുസരണയുള്ള ഗൃഹനായികയെ പോലെ തന്റെ ഭർത്താവിന്റെ ചാരത്ത് നിന്ന് അവസാനം ഒരു കയ്യിൽ കത്തിയും മറുകയിൽ പൊന്നുമോൻ ഇസ്മായിലിനെയും പിടിച്ച് പ്രിയപ്പെട്ട ഇബ്രാഹിം കരിമ്പാറക്കെട്ടിലേക്ക് നടന്നു പോകുമ്പോ വാതിൽപ്പടിയിൽ നിന്ന് നിൽക്കുന്ന ഹാജറ എന്ന കറുകറുത്ത അമേലു വർഗത്തിൽപ്പെട്ട കറുത്ത പെണ്ണായ ഹാജറ ഒരു കയ്യിൽ പിച്ചാത്തിപ്പൊടി മറുകയിൽ നൊന്ത് പ്രസവിച്ച മോന്റെ കരുത്തിലാ പിച്ചാത്തി അല്പസമയം കഴിയുമ്പോ കയറുമെന്നരിക്കെ ഒരു തുള്ളി കണ്ണുനീര് പോലും പൊടിയാട് അല്ലാഹുവിന് വേണ്ടി സമർപ്പിച്ച കുടുംബജീവിതത്തിന്റെ ത്യാഗോജ്വലമായ ആൾരൂപമായ മഹദിയായ ഹാജറ റളിയല്ലാഹു തആല അൻഹാ കരിമ്പാറക്കെട്ടിലും മലത്തിക്കടത്തിയ പുത്രന്റെ കരുത്തിലേക്ക് മൂർച്ചയുള്ള കത്തി വെച്ചിട്ട് സമർപ്പണ ബോധത്തിന്റെ വിശ്വാസദാർഢ്യത്തിന് മുമ്പ് മൂർച്ചയുള്ള കത്തിയുടെ മൂർച്ച നഷ്ടപ്പെട്ടു പോയ ചരിത്രത്തിന്റെ കുടുംബജീവിതം പറഞ്ഞിരുന്ന പരീക്ഷണങ്ങളുടെ കനൽപദങ്ങളിലൂടെ നടന്ന് അവസാനം 4000 വർഷങ്ങൾ കഴിയുമ്പോഴും ലോകചരിത്രത്തിന് പഠന വിധേയമാക്കുന്ന കുടുംബജീവിതമായി മാറിയ മഹാനായ നബിയുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം. ആ കുടുംബത്തെയാണ് നമ്മൾ ഓർക്കുക. ഇബ്രാഹിം മഹാനായ ഇബ്രാഹിം നബിയുടെ കുടുംബത്തിന് നീ ബറക്കത്ത് ചെയ്തതുപോലെ തീർന്നില്ല. രണ്ടാമത്തെ കുടുംബമേതാ? മുഹമ്മദ് മഹാനായ ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ. ഉറക്കപ്പുറ മനുഷ്യന്മാരെ സമയമില്ലാത്തോണ്ടാണ് ഞാൻ ഇടയ്ക്ക് ഫുൾ സ്റ്റോപ്പ് ഇടാതെ പോണത്. മഹാനായ ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ
സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുടുംബം, ഈ കുടുംബത്തിന് പഴക്കം 1400 വർഷങ്ങൾക്ക് മുമ്പ് 8 മുഴം നീളമുള്ള 10 മുഴം വീതിയുള്ള ആകാശത്തും മഴ പെയ്താൽ മഴത്തുള്ളി മുഴുവനും ഈത്തപ്പന മരത്തിന്റെ ഓലകൾക്കിടയിലൂടെ ഗൃഹനായകന്റെ താടി രോമങ്ങളിലൂടെ തടം തള്ളിയാ തൊടുകയാ ഒരു ചെറിയ വീട്ടിലും മദീനയിൽ താമസിച്ചിരുന്ന അസ്വാദുൻ നബിയിൽ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുടുംബം. ഈ രണ്ട് കുടുംബത്തെ സ്മരിച്ചാലല്ലാതെ എന്റെ ഇബാദത്ത് പോലും പൂർണ്ണമാവില്ല. അപ്പോൾ ഇസ്ലാം എത്രമേൽ പ്രാധാന്യത്തോടെയാണ് ഈ കുടുംബ ജീവിതത്തെ പറഞ്ഞു തരിക? നമ്മളൊന്ന് ആലോചിച്ച് നോക്കി, എത്രമേൽ പ്രാധാന്യത്തോടെ. അതുകൊണ്ട് കുടുംബം എന്നത് ഇബാദത്തിന്റെ ഭാഗമാണ്, ആരാധനയുടെ ഭാഗമാണ്. നിസ്കാരം പോലെ, നോമ്പ് പോലെ, സക്കാത്ത് പോലെ, നിർബന്ധിതമായ അനുഷ്ഠാനങ്ങൾ പോലെ അത്രമേൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രാമാണികത നൽകിയ ഒരു ജീവിതമാണ് കുടുംബ ജീവിതം. അല്ലാഹു നമ്മുടെ കുടുംബ ജീവിതം നന്നാക്കി തരട്ടെ. എന്താരും ആമീൻ പറയാതെ പ്രതീക്ഷയൊന്നുമില്ല നിങ്ങൾക്ക്? എന്താ നിങ്ങൾക്ക് പ്രതീക്ഷയില്ല? അല്ലാഹു നമ്മളെ സ്വീകരിക്കുമാറാകട്ടെ, അല്ലാഹു നമ്മളെ സ്വീകരിക്കുമാറാകട്ടെ. ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ, ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാനിന്ന് വിഷയം പറയാനൊരു കാരണമുണ്ട്. ഇന്ന് രാവിലെ ഞാൻ ഹോട്ടൽ അസ്മാട്ടവല്ല താമസം. ഇപ്പൊ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി താഴെ റെസ്റ്റോറന്റിലേക്ക് പോകുമ്പോ നല്ല ആഢ്യത്വമുള്ള, കണ്ടാൽ നമുക്കൊരാളെ അറിയാലോ, ഒരാളെ കാണുമ്പോ അത്യാവശ്യം സാമ്പത്തിക ശേഷിയൊക്കെ ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാകുന്ന ഒരു നല്ല ചെറുപ്പക്കാരൻ, അദ്ദേഹത്തിന്റെ ഭാര്യ, ഒരു കുട്ടി എന്റെ നേരെ എതിർ സീറ്റിലിരുന്ന് ഭക്ഷണം കഴിക്കുന്നു. അപ്പൊ അവരെ കണ്ടപ്പോ തന്നെ എനിക്ക് മനസ്സിലായി കുറച്ച് ഒരു ഹൈ ലെവൽ ഫാമിലിയാണ്. നമുക്ക് ഒരാളെ കാണുമ്പോൾ മനസ്സിലാവും. അതങ്ങനെ ഒരു അപരിചിതനായ ആളെ അവിചാരിതമായി കണ്ടുമുട്ടിയാൽ അയാളെ നമ്മൾ വിലയിരുത്തുന്നത് 3 കാര്യത്തിലാണ്. ഒന്ന്, അയാൾ താടിയുള്ള ആളാണെങ്കിൽ നന്നായിട്ട് വെട്ടി കൃത്യമായി വെച്ചിരിക്കും. താടി ഇല്ലാത്ത ആളെങ്കിൽ കൃത്യമായി ഷേവ് ചെയ്തിരിക്കും. ഈ രാവിലെ എഴുന്നേൽക്കുമ്പോൾ മനസ്സിനൊരു സമാധാനം ഇല്ലാത്ത ആളുകളാണ് കുറ്റിമുടിയൊന്നും വെട്ടാതെ കിടക്കുക. നല്ല സമാധാനവും നല്ല ഉന്മേഷമാണെങ്കിൽ രാവിലെ ഇറങ്ങുന്നതിന് മുമ്പ് കണ്ണാടിയുടെ മുമ്പിൽ പോയി നന്നായി കൃത്യമായി മുഖം കൃത്യമായി. രണ്ടാമത് നമ്മൾ അയാളെ മനസ്സിലാക്കുക അയാളുടെ ഡ്രസ്സാണ്. പഴയതാണെങ്കിൽ പോലും, നിലവ പുതിയതാണെങ്കിൽ പോലും അദ്ദേഹം കൃത്യമായി നല്ല കഞ്ഞോളം പശയൊക്കെ മുക്കി നല്ല കതർ ഒക്കെ, അള്ളാഹ് കതറാക്കിയതായിരിക്കും, കതറൊക്കെ ഇട്ട് കൃത്യമായി നല്ല വസ്ത്രമായിരിക്കും. അല്ലെങ്കിൽ അലനസോളിയുടെ ഒരു എംബ്ലം ഉണ്ടാവും, എൽപിയുടെ ഒരു എംബ്ലം ഉണ്ടാവും, കാണുമ്പോൾ നമുക്കറിയാം. മൂന്നാമത് നമ്മൾ ഒരാളെ വിലയിരുത്തുന്നത് അദ്ദേഹത്തിന്റെ കാലിലെ ചെരുപ്പാണ്. ചെരുപ്പ് നോക്കി അറിയാം ഒരാളുടെ സംസ്കാരവും അയാളുടെ ജീവിതത്തിലെ വൃത്തിയും അയാളുടെ പേഴ്സണാലിറ്റി. അത് ചെരുപ്പിൽ നോക്കിയാൽ. ഈ 3 മാനദണ്ഡങ്ങളാണ് അപരിചിതനായ ഒരാളെ അവിചാരിതമായി കണ്ടുമുട്ടിയാൽ നമുക്ക് ഒരാളെ അളക്കാനുള്ള ഒരു ബാഹ്യമാപിനി. അതാണ്. ഞാൻ അദ്ദേഹത്തെ കണ്ടു, കുറെ നേരം ഞാനും അദ്ദേഹത്തെ നോക്കി. എന്നെ അദ്ദേഹവും ഇങ്ങനെ കൂടെ കൂടെ നോക്കുന്നുണ്ട്. അവർക്ക് സംശയം ഏതായി സാധനം എന്നറിയില്ല. അപ്പൊ ഞാൻ ഈ ഡ്രസ്സിലല്ല, വേറെ ഡ്രസ്സിലാണ്. ഞാൻ ഫൈസൽ അലി സാഹിബോട് ഒരിക്കൽ ആലുവയിൽ ഒരു ഹോട്ടലിൽ വെച്ച് കണ്ടു. ഞങ്ങൾ കണ്ട് സംസാരിച്ച് പിരിഞ്ഞു. ഇപ്പൊ എന്നോട് പറഞ്ഞു, ഉസ്താദെ അന്ന് എനിക്ക് നിങ്ങളെ മനസ്സിലായില്ല ഡ്രസ്സ് കണ്ടപ്പോ. കാരണം യാത്രയിലൊക്കെ നമ്മൾ ഒരേ ഡ്രസ്സാവില്ലല്ലോ. അപ്പൊ ആ സ്വാഭാവികമായ ഡ്രസ്സ് കണ്ടിട്ട് കാണാത്തത് കൊണ്ടാവും അദ്ദേഹം കുറെ നോക്കി. കുറെ കഴിഞ്ഞപ്പോ അദ്ദേഹം യൂട്യൂബിൽ നോക്കുന്നത് ഞാൻ കണ്ടു. അപ്പൊ അദ്ദേഹം ഒരു ഡൗട്ട് കൊണ്ട് നോക്കണം. കുറെ കഴിഞ്ഞപ്പോ ഹാൻഡ് വാഷ് കഴിഞ്ഞ് ഞാൻ എപ്പോഴും അവര് ഭക്ഷണം കഴിക്കുമ്പോ രണ്ടുപേരും ഭാര്യയും ഭർത്താവും തമ്മിൽ ഒരു എന്താ പറയുക, ഒരു പ്രണയമില്ല. അവര് തമ്മിൽ ഒരു കൃത്യമായി ബാഹ്യമായി ആർക്കും തോന്നാത്ത രീതിയിൽ കൃത്യമായ ആന്തരികമായ ഒരു അകലം അവർ പാലിക്കുന്നുണ്ട് എന്നെനിക്ക് അവരുടെ പ്രവൃത്തിയിൽ നിന്ന് മനസ്സിലായി. ഹാൻഡ് വാഷ് കഴിഞ്ഞ് ഞാൻ ഇറങ്ങി വരുമ്പോ എന്റെ അടുക്കൽ ആ ചെറുപ്പക്കാരൻ, ഭാര്യ മുമ്പോട്ട് പോയി, ഒരു കുട്ടിയുണ്ട്, എന്റെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു, കബീർ ബാക്കവി അല്ലേ? ഞാൻ പറഞ്ഞു അതെ. അദ്ദേഹം എന്റെ കയ്യിൽ പിടിച്ചിട്ട് പറഞ്ഞു, ഞാൻ പരിചയപ്പെട്ടു, അദ്ദേഹം കോഴിക്കോട് നഗരത്തിൽ തന്നെ താമസിക്കുന്ന ഒരാളാണ്. രാവിലെ യാത്രാമധ്യ ഭക്ഷണം കഴിക്കാൻ കയറിയതാണ്. എന്നോട് പറഞ്ഞു, ഉസ്താദ് ഇവിടെ, ഞാൻ പറഞ്ഞു കൊടുവള്ളിയിൽ പ്രസംഗം കണ്ട് അങ്ങനെ വന്നാണ് ഇളച്ചില്. ഉസ്താദ് എനിക്ക് വേണ്ടി ഇന്ന് കാര്യമായിട്ടൊരു ദുആ ചെയ്യണം. ഞാൻ എന്തിനാണ്? അയാളുടെ കണ്ണ് നിറഞ്ഞൊഴുകുന്നത് ഞാൻ കേട്ടു.
അദ്ദേഹം എന്നോട് പറഞ്ഞു, ഉസ്താദേ 4 വർഷമായി ഞാൻ കല്യാണം കഴിഞ്ഞ് ഗൾഫിലാണ്. 4 വർഷവും എല്ലാ വർഷവും കൃത്യമായി ഒരു മാസം വന്ന് നിന്ന് പോകും. 4ാമത്തെ വർഷം കല്യാണം കഴിഞ്ഞ് 1 വർഷം കഴിഞ്ഞ് 1.5 വർഷമായപ്പോ അള്ളാഹു എനിക്കൊരു കുട്ടിയെ തന്നു. ഞാൻ എന്റെ ഭാര്യയെയും എന്റെ മക്കളെയും സ്വന്തമായി ഞാൻ വീട് വെച്ചു, സ്വന്തമായി വാഹനമുണ്ട്, അൽഹംദുലില്ലാഹ് നല്ല ബിസിനസ്സുമുണ്ട്, ആവശ്യത്തിന് പൈസയുമുണ്ട്. പക്ഷേ ഞാനിപ്പോ ഈ പ്രാവശ്യം വരുമ്പോൾ എന്റെ ഭാര്യ എന്നിൽ നിന്ന് അകലം പാലിക്കും. അവസാനം അവളോട് ചോദിച്ചപ്പോഴാണ് പറഞ്ഞത് അവൾക്ക് വേറൊരു ചെറുപ്പക്കാരനുമായി അടുപ്പമുണ്ട്. എന്നോട് അദ്ദേഹം പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഞാൻ അവളോട് സംസാരിച്ചു, ഞാൻ അവളോട് ഒരു സ്നേഹത്തിന് കുറവ് വരുത്തിയിട്ടില്ല. എന്റെ ഭാര്യക്കും എന്റെ മക്കൾക്കും ഞാൻ ഒന്നിനും കുറവ് വരുത്തിയിട്ടില്ല. പിന്നെ എന്ത് കുറവുള്ളത് കൊണ്ടാണ് നീ എന്നിൽ നിന്ന് അകന്നു പോയത് എന്ന് ചോദിച്ചപ്പോ അവൾ എന്നോട് പറഞ്ഞ മറുപടി, എനിക്ക് നിങ്ങളോട് വെറുപ്പില്ല, എനിക്ക് നിങ്ങൾ എന്റെ മനസ്സിലുണ്ട്, പക്ഷേ എന്നിട്ടും ഞാൻ എന്തുകൊണ്ടോ വേറൊരു ചെറുപ്പക്കാരന്റെ കെണിയിൽ പെട്ടുപോയി. എനിക്ക് തിരിച്ചു വരണമെന്ന് ആഗ്രഹമുണ്ട്, എനിക്ക് കഴിയുന്നില്ല. ഞങ്ങളിതൊരു കൗൺസിലിംഗ് ക്ലാസ്സിന് വേണ്ടി കൗൺസിലറെ കാണാൻ വേണ്ടി ഒരു കൗൺസിലിംഗിന് വേണ്ടി പോവുകയാണ്. പോകുന്ന വഴിയിൽ ഭക്ഷണം കഴിക്കാൻ കയറിയതാണ്. ഇന്നത്തെ കൗൺസിലിംഗോടുകൂടി എന്റെ ഭാര്യയുടെ മനസ്സ് മാറി. ഒന്ന് തിരിച്ചു വരാൻ ഉസ്താദേ നിങ്ങൾ ദുആ ചെയ്യണമെന്ന് ആ ചെറുപ്പക്കാരൻ പറഞ്ഞ് നടന്നകന്നു പോകുമ്പോ ആ നടന്നു പോകുന്ന ചെറുപ്പക്കാരന്റെ നടനത്തിൽ തന്നെ തന്റെ ജീവിതത്തിന് ആയുസ് മുഴുവനും നഷ്ടപ്പെട്ടു പോയ നിരാശയുടെ മുഖം ആ ചെറുപ്പക്കാരനെ ഞാൻ കണ്ടു. എന്നോട് അദ്ദേഹം സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോ അങ്ങ് അകലെ നിന്ന് ഞങ്ങളെ സൂക്ഷിച്ചു നോക്കുന്ന അദ്ദേഹത്തിന്റെ ഭാര്യയെ ഞാൻ കണ്ടു. അവർ രണ്ടുപേരും പിന്നീട് ഇറങ്ങിപ്പോകുമ്പോ ആ രണ്ടുപേരുടെയും ഇടയിൽ കൈ പിടിച്ചുകൊണ്ട് നടന്നു പോകുന്ന ഒരു കൊച്ചുകുട്ടിയെ, ഒരു 3 വയസ്സുകാരുടെ ഞാൻ കണ്ടു. അവരിറങ്ങിപ്പോയപ്പോൾ ഞാൻ എന്റെ മനസ്സിൽ ചിന്തിച്ചത്, ഉമ്മയുടെയും ഉപ്പയുടെയും കയ്യിൽ പിടിച്ച 3 വയസ്സുള്ള ആപ്പിള് പോലെ തുടുത്ത ഒരു പൊന്നുമോ നടന്നു പോകുന്നത് കണ്ടപ്പോ ഞാൻ ചിന്തിച്ചത്, പടച്ച റബ്ബേ, ഇന്ന് കൗൺസിലിംഗിൽ പോയിട്ട് ഈ പെൺകുട്ടിയുടെ മനസ്സ് മാറിയില്ലെങ്കിൽ നഷ്ടപ്പെട്ടു പോകുന്നത് വലതു ഭാഗത്ത് നിൽക്കുന്ന ഭർത്താവ് വലത്തോട്ട് പോകും, ഇടതു ഭാഗത്ത് നിൽക്കുന്ന ഭാര്യ ഇടത്തോട്ട് പോകും. അവരുടെ രണ്ടുപേരുടെയും മധ്യത്തിൽ നിൽക്കുന്ന ആ മകന് ചരിത്രം ഈ ലോകം പിന്നീട് ഒരു പേരിടും, അനാഥ യതീം എന്നവന് പേരിടും. ആ മക്കൾക്ക് പിന്നെ പാർക്കാനുള്ള മേൽവിലാസമായി വാദി ഹുസ്ന പോലെയുള്ള യതീംഖാനകൾ, കുടുംബ ബന്ധങ്ങളിലൂടെ തകർന്നു പോകുന്ന ഭാര്യയുടെയും ഭർത്താവിന്റെയും വികാരങ്ങളുടെ മേൽ മറികടക്കപ്പെടുന്ന ബന്ധങ്ങൾ തകർന്നു പോകുമ്പോ ആ ബന്ധത്തിന്റെ തകർച്ചയുടെ ഉപോൽപ്പന്നമായി വരുന്ന കുറെ മക്കളുണ്ട്. അവരെയാണ് നമ്മൾ യതീം എന്ന് വിളിക്കുക. അവർക്ക് വാപ്പയുമുണ്ട്, ഉമ്മയുമുണ്ട്, തലോടാൻ ആരുമില്ല, സ്നേഹിക്കാൻ ആരുമില്ല, ചേർത്ത് പിടിക്കാൻ ആരുമില്ല. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കോടതികളിൽ കെട്ടിക്കിടക്കുന്നത് ക്രിമിനൽ കേസുകളല്ല, കുടുംബ കേസുകളാണ്. കുടുംബ കോടതിയിലാണ് കേസ് നടക്കുന്നത്. കേരളത്തിലെ സാമൂഹിക മിഷന്റെ പഠനപ്രകാരം ഒരു നാട്ടിൽ 100 വീടുണ്ടെങ്കിൽ 80 വീടുകളിലും അസമാധാനമാണെന്നാണ്. 20 വീട്ടിലെ സമാധാനമുള്ളൂ എന്ന് പറഞ്ഞാൽ ഒരു മഹലിൽ 100 വീടുണ്ടെങ്കിൽ 80 വീട്ടിലും പ്രശ്നമാണ്. പിന്നെ നമ്മളത് അറിയാത്തത് ആളുകള് മേൽവിലാസം നഷ്ടപ്പെടണ്ടെന്ന് വിചാരിച്ചിട്ട് ഉള്ളിലൊതുക്കണമുണ്ടാണ്. ഞാൻ പലപ്പോഴും പറയാറില്ലേ, നല്ല പശയൊക്കെ മുക്കിയ നല്ല കതറിന്റെ ഷർട്ടും നല്ലൊരു മുണ്ടും നല്ലൊരു വേഷം ഉണ്ടെങ്കിൽ പിന്നെ കരയുന്ന കൽബ് ആരും കാണൂല. ഹൃദയത്തിന്റെ ഉള്ളിലെ കണ്ണീര് മറച്ചു വെക്കാൻ കഴിയുന്ന ബോധപൂർവമായ ഒരു ചട്ടയാണ് ഏറ്റവും നല്ല വസ്ത്രവും ഏറ്റവും നല്ല മേൽവിലാസം. ഞാൻ പരലോകത്തെ കുറിച്ച് പറഞ്ഞെങ്കിൽ നിങ്ങൾ ഇത്രയും ശ്രദ്ധയോടെ കേൾക്കൂല. ഇപ്പൊ എത്ര ശ്രദ്ധയോടാണ് നിങ്ങൾ എന്നെ കേൾക്കുന്നത്. നിങ്ങളുടെ ഈ കാതു കൂർപ്പിച്ചുള്ള കണ്ണുകളുടെ ചലനത്തിൽ എനിക്കറിയാം നിങ്ങളും യഥോസ്ഥിതി തദൈവ, നിങ്ങളും യഥോസ്ഥിതി തദൈവ എന്ന് കൃത്യമായി പറയാം. ആ പെണ്ണ് എന്തിനാണ് പോയതെന്നറിയില്ല. കുടുംബജീവിതം അതൊരു രസമാണ്. ആ പെണ്ണ് എന്തിനെ ചതിച്ചു അറിയില്ല. തിരുവള്ളുവര് പറയുന്നുണ്ട്, ആട്ടയെയും നമ്പലാം, പാട്ടയെയും നമ്പലാം, കരിമ്പുലിയെയും നമ്പലാം, കാട്ടാനയെയും നമ്പലാം, ചേല ചുറ്റിയ പെണ്ണിനെ നമ്പിനാൽ തണ്ടലാം. ഞാൻ പറഞ്ഞല്ലേട്ടാ, ഗംഭീർ വാക്ക് ഇവിടെ അല്ല, തിരുക്കുറലിൽ പറഞ്ഞത്. പക്ഷെ ഇസ്ലാം പഠിപ്പിച്ചത് അങ്ങനെയല്ല. പെണ്ണിനെ വിശ്വസിച്ചാൽ അവൾ ചതിക്കുമെന്നല്ല, പെണ്ണിനെ വിശ്വസിച്ചാൽ, പെണ്ണ് സ്നേഹിച്ചാൽ അതിനേക്കാൾ വലിയൊരു കൂട്ടുകാരി നിനക്ക് പിന്നെ വേറെ ഉണ്ടാവില്ലെന്ന് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ. ഉറക്കെ പറ, ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം.
ആ കുടുംബ ജീവിതത്തെ നമ്മൾ അങ്ങനെ മനസ്സിലാക്കണം. ഇനി ഞാൻ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് നമുക്ക് ഖുർആൻ പറഞ്ഞ കുടുംബത്തെ ഒന്ന് പരിചയപ്പെടാം. നിങ്ങളെന്താ ഖുർആൻ പറഞ്ഞ കുറെ കുടുംബമാണ് ഇപ്പൊ ഈ നാട്ട്. ഇതിപ്പോ ഏത് മഹല്ല? ഇത് ഈ മഹല്ലേതാ? മഹല്ലില്ലേ ഈ ഭാഗം ഏത് മഹല്ല? കാഞ്ഞിരമുക്ക്. ആയിക്കോട്ടെ. ഈ മഹല്ലിൽ ഒരു 500 വീടുണ്ടെങ്കിൽ 500 വീടും വ്യത്യസ്തമായ വീടായിരിക്കും. ചിലപ്പോ ആ 500 വീടുകളിൽ ആലിമീങ്ങൾ ഉണ്ടാവും, പണ്ഡിതന്മാരായിരിക്കും അവിടുത്തെ ഗൃഹനായകൻ കുടുംബം. ചിലയിടത്ത് എഞ്ചിനീയർമാരായിരിക്കും കുടുംബനായകൻ, ചിലയിടത്ത് കൂലിത്തൊഴിലാളികളായിരിക്കും. ചില വീടുകളിൽ ഓരോ വീടുകളും വ്യത്യസ്തമാണ്. ഇങ്ങനെ വ്യത്യസ്തമായ വീടുകളെ അള്ളാഹുവിന്റെ ഖുർആൻ പറയുന്നുണ്ട്. ശ്രദ്ധിച്ചു കേൾക്കണം നിങ്ങൾ. ഒന്ന് നമ്മുടെ എല്ലാവരുടെയും കുടുംബങ്ങളെ അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ നമ്മോട് പരിചയപ്പെടുത്തുന്നത് എങ്ങനെയാണ്? അതുവഴി നമ്മുടെ കുടുംബ ജീവിതത്തെ നമുക്ക് നന്നാക്കാം. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. നമ്മളൊന്ന് ആമീനൊക്കെ പറഞ്ഞു ഉഷാറാവി. ആമീനൊക്കെ പറഞ്ഞു ഉഷാറാവിൻ. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു പറഞ്ഞു തരികയാ, ഒരു നാട്ടിൽ ആ നാട്ടിലെ കുടുംബത്തിന് വ്യത്യസ്തമായ സാഹചര്യമാണ്. ചില നാട്ടിലെ കുടുംബനായകന്മാർ, ഒരു വീട്ടിലെ കുടുംബനായകന്മാർ ചിലപ്പോൾ ആലിമീങ്ങളുടെ കുടുംബം ഉണ്ടാവാം. അങ്ങനെയുള്ള കുടുംബമാണ് ആല ഇമ്രാൻ. അല്ലാഹു പറയുകയാണ് ആലു ഇമ്രാൻ. ഇമ്രാന്റെ കുടുംബം എന്ന് പറഞ്ഞാൽ മഹാനായ ഇമ്രാൻ അലൈഹിമുസ്സലാത്തു വസ്സലാം ബൈത്തുൽ മുഖദ്ദസിലെ ഇമാമായിരുന്നല്ലോ. ബൈത്തുൽ മുഖദ്ദസിലെ ഇമാമായിരുന്ന മഹാനായ ഇമ്രാൻ അലൈഹിസ്സലാത്തു വസ്സലാം, ആ മഹാനവറുകളുടെ ഭാര്യയാണ് ഹന്നാ റളിയല്ലാഹു തആല അൻഹാ. തന്റെ ജീവിതത്തിൽ ഒരു മകളെ കിട്ടാതെ വന്നപ്പോ, തനിക്കൊരു കുട്ടിയെ കിട്ടാതെ വന്നപ്പോ അവസാനം അല്ലാഹുവിന്റെ മുമ്പിൽ ചെന്നിട്ട് അല്ലാഹുവേ ഇന്നീ നദർതു ലക മാ ഫീ ബത്നി മുഹററാ, അല്ലാഹുവേ എനിക്കൊരു കുഞ്ഞുണ്ടായാൽ ആ കുഞ്ഞിനെ ഞാൻ ബൈത്തുൽ മുഖദ്ദസിനെ നേർച്ചയാക്കി കൊള്ളാമെന്ന് പറഞ്ഞ അല്ലാഹുവിൽ അടങ്ങാത്ത ഈമാനുള്ള ഭാര്യയായിരുന്നു ഇമ്രാൻ റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യ. ഒരു നാട്ടിലെ കുടുംബത്തിലെ കുടുംബനാഥൻ ഒരു ആലിമാണെങ്കിൽ, ഒരു പള്ളിയിലെ ഇമാമിന്റെ മുക്രിയുടെ വീടാണെങ്കിൽ അവരുടെ മാതൃകയാണ് ഇമ്രാൻ. ആര് ഇമ്രാൻ? ആലെന്ന് പറഞ്ഞാൽ കുടുംബം, ഇമ്രാന്റെ കുടുംബം. ആ ഇമാമിനും ഇമാമിന്റെ പ്രിയപ്പെട്ട ഭാര്യക്ക് ജനിച്ച പൊന്നുമോളായിരുന്നല്ലോ മഹദിയായ മറിയം റളിയല്ലാഹു തആല അൻഹാ. ആ ഇമാമിന്റെ മകളായിരുന്നു മറിയം റളിയല്ലാഹു തആല അൻഹാ. സഹോദരാ, ഇങ്ങനെയാണ് അല്ലാഹു ഒരു കുടുംബത്തെ പരിചയപ്പെടുത്തുന്നത്. ഇമാമുകളുടെ കുടുംബത്തിന്റെ ഉദാഹരണമാണ് ആര് ഇമ്രാൻ. ഇനി ആ നാട്ടിൽ ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോവുകയാണ്. രണ്ടാമത്തെ കുടുംബനായകൻ ഒരു എഞ്ചിനീയറിന്റെ കുടുംബമാവാ, ഒരു എഞ്ചിനീയറിന്റെ കുടുംബമാവാ, ഒരു അധികാരിയുടെ കുടുംബമാവാ. ആ കുടുംബമാണ് മഹാനായ നബിയുല്ലാഹി ദാവൂദ് അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കുടുംബം. ആര് ദാവൂദ്? മഹാനായ ദാവൂദ് നബിയാരാ. യഅമലൂന ലഹു മാ യസാഉ മിൻ മഹാരീബ വതമാഥീല വജിഫാനിൻ കൽ ജവാബി വഖുദൂരിർ റാസിയാ. തന്റെ വല്ലാത്ത കരകൗശല വൈഭവം കൊണ്ട് ഫലസ്തീൻ നഗരത്തെ ലോകത്തിന്റെ ഏറ്റവും വലിയ നാഗരികതയുടെ നഗരിയാക്കി മാറ്റിയ മഹാനായ നബിയുല്ലാഹി ദാവൂദ് അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കുടുംബം ആല് ദാവൂദ്. ഇനി മൂന്നാമത്തെ കുടുംബനായകൻ പഞ്ചായത്ത് പ്രസിഡന്റ് ആവാം, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനാവാം, MLA കുടുംബമാവാം, മന്ത്രിയുടെ കുടുംബമാവാം. അധികാര സ്ഥാനത്തിരിക്കുന്ന ആളുകളുടെ കുടുംബത്തെ അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞിട്ടുണ്ടല്ലോ. അതാണ് മഹാനായ ആലു സുലൈമാൻ. ലോകം മുഴുവനും അടക്കി ഭരിച്ച, കാറ്റിനെ സഞ്ചാരയോഗ്യമാക്കിയ, ലോകം കണ്ട് അടക്കി ഭരിച്ച ചക്രവർത്തിയായിരുന്ന മഹാനായ സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കുടുംബം.
മനസ്സിലായോ നിങ്ങൾക്ക്? അള്ളാഹു, ഇത് ബാക്കവി അല്ല പറഞ്ഞ, ഖുർആനാണ് പറയണത്. അധികാരത്തിലിരിക്കുന്നവരാവാം, അവരുടെ കുടുംബമാണ് ആലു സുലൈമാൻ. ഇനി സഹോദരാ, ചില വീടുകളിൽ ഭർത്താവ് നല്ല മനുഷ്യനായിരിക്കാം, പക്ഷെ ആ വീട്ടിലെ പെണ്ണ് വഴിതെച്ചു പോയ പെണ്ണാവാം. അങ്ങനെയുള്ള കുടുംബത്തിന് ഉദാഹരണം പറയാനാണ് ഇന്നല്ലാഹ അസ്തഫാ ആദമ വആല ഇബ്രാഹീമ വആല ഇമ്രാന അലൽ ആലമീൻ. ഇന്നല്ലാഹ അസ്തഫാ ആദമ വനൂഹൻ, മഹാനായ നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കുടുംബം, മഹാനായ നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമോ കുടുംബനായകനാണ്. 950 വർഷം അല്ലാഹുവിന് വേണ്ടി ജീവിച്ച, പടച്ചറപ്പിന്റെ പൊരുത്തത്തിന് മാത്രം ജീവിച്ച ശൈഖുൽ അംബിയ നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം. പക്ഷേ നൂഹ് നബിയുടെ ഭാര്യയോ വഖീല ദുഖുലൻ നാറ നാളെ നരകത്തിൽ പോകേണ്ട പെണ്ണാണ്. അത്രമേൽ അസാൻമാർഗികത്വത്തിലൂടെ നടന്ന പെണ്ണാണെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. ചില വീട്ടില് ഭർത്താവ് നല്ല സാലിഹായ മനുഷ്യനാണ്, ഭാര്യയോ എന്നാ വേറെടുത്തോ ഭാര്യ നല്ല സാലിഹത്തായ ആബിദത്താണ്, ഭർത്താവോ മഹാത്തമ്മാടിയാണ്. അങ്ങനെയുള്ള കുടുംബമാണ് വഖാല റജുലുൻ മുഅ്മിനുൻ മിൻ ആലി ഫിർഔൻ. അതാണ് ഫറോവയുടെ കുടുംബം. അല്ലാഹു പറയുകയാ, ആ ഫറോവയുടെ ഭാര്യയായ ആസിയ റളിയല്ലാഹു തആല അൻഹ എല്ലാവരും ഞാനാണ് അല്ലാഹ് എന്ന് പറഞ്ഞ് ഫിറഔൻ ഏകത്വം വാദിക്കുമ്പോ ആ ഫിറഔന്റെ കൊട്ടാരത്തിൽ പടച്ചറപ്പിനെ അനുസരിച്ച് ജീവിച്ച മഹതിയായ ആസിയ റളിയല്ലാഹു തആല അൻഹ, പക്ഷേ ഭർത്താവ് ലഅനത്താക്കപ്പെട്ട ഫിറഔനല്ലയോ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഭർത്താവ് മോശമാണ്, പക്ഷേ ഭാര്യ നല്ലതാണ്. ഇങ്ങനെ വിഭിന്നമായ എത്ര കുടുംബങ്ങൾ. ഇനി വളരെ ഗൗരവമായ ഭാഗത്തേക്ക് ഞാൻ കടന്നു വരട്ടെയോ. ഒരു വീട്ടില് വാപ്പയും നല്ലതാണ്, മക്കളും നല്ല, വാപ്പയും നല്ലതാണ്, ഭാര്യ ഉമ്മയും നല്ലതാണ്. പക്ഷേ മക്കളിൽ ചില മക്കള് തമ്മാടികളാവും. ചില മക്കള് പറ മനുഷ്യന്മാരെ നിങ്ങളൊന്ന് സഹകരിക്ക്. നിങ്ങൾ ഈ അന്തം വിട്ട് അന്താളിച്ചിരിക്കണം. എന്താ? ചില വീട്ടിൽ ഭർത്താവ് നല്ലത്, ഭാര്യ വഴിവിട്ടു പോകും. ചിലടത്ത് ഭാര്യ നല്ലത്, ഭർത്താവ് വഴിവിട്ടു പോകും. ചിലര് ഭാര്യയും ഭർത്താവും നല്ലതാണ്, പക്ഷെ മക്കള് ചില മക്കള് വലിയ പ്രശ്നമാണ്. ആ വാപ്പാടെ ഉമ്മാടെ ഏറ്റവും വലിയ പ്രശ്നം ഈ ഒരു മകനായിരിക്കും. അതിനാണ് ഖുർആൻ പറഞ്ഞത്. എല്ലാ കുടുംബവും ഞാൻ പറഞ്ഞു, ഇമാമിന്റെ കുടുംബം പറഞ്ഞു, ആല ഇമ്രാൻ എന്റേത് പറഞ്ഞു, ഇനി പഞ്ചായത്ത് പ്രസിഡന്റ് കുടുംബം ആലു സുലൈമാൻ അതും പറഞ്ഞു, അധികാരത്തിലിരിക്കുന്നവരുടെ കുടുംബം, എഞ്ചിനീയർമാരുടെ കുടുംബം പറഞ്ഞു, മുക്രിക്കാക്കടയും പറഞ്ഞു. ഇനി ആരുടെ ഫൈസൽ സാഹിബിന്, ഫൈസൽ സാഹിബിന് പാട്ട് പാടുന്ന ആ കുടുംബമാണ് ആലു ദാവൂദ്. ആ കുടുംബമാണ് ആലു ദാവൂദ്. നാളെ നിങ്ങൾ സ്വർഗലോകത്ത് വരുമ്പോ സ്വർഗവാസികൾക്ക് വേണ്ടി പാട്ടുപാടുന്ന ഒരു പ്രവാചകനുണ്ട്. ആരാണ്? നബിയേ, മഹാനായ നബിയുല്ലാഹി ദാവൂദ് അലൈഹിസ്സലാത്തു വസ്സലാം അവിടെ ഗാനം നടത്തുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. അപ്പൊ പാട്ടുകാരന്റെ കുടുംബമായി ആര്? ദാവൂദ്. സ്വർഗത്തിലെ പാട്ടുകാരനാണ് മഹാനായ നബിയുല്ലാഹി ദാവൂദ് അലൈഹിസ്സലാത്തു വസ്സലാം. പാട്ടിനെ ഖുർആൻ നിരുത്സാഹപ്പെടുത്തിയിട്ടില്ല. ഫൈസൽ അലൈഹിനെ സംബന്ധിച്ചോളം ഞാൻ അദ്ദേഹത്തെ പലപ്പോഴും പല പ്രോഗ്രാമുകളും വീക്ഷിക്കാറുള്ള ഒരാളാണ്. എന്നെ ആരെ ചോദ്യം ചെയ്യാൻ വരണ്ട. എന്റെ വായനയുടെ ലോകം വിശാലമാണ്, എന്റെ നിലപാടുകളും വിശാലമാണ്. അപ്പൊ ആരും നെറ്റി ചുളിക്കാൻ വേണ്ടി വരേണ്ട കാര്യത്തിൽ. ഖുർആൻ എന്ന് പറഞ്ഞാൽ അതൊരു സംഗീതം തന്നെ ആയിരുന്നല്ലോ. ഖുർആന്റെ സംഗീതത്തെക്കാൾ വലിയൊരു സംഗീതം പിന്നെ ലോകത്ത് വന്നിട്ടില്ല. ഖുർആന്റെ സംഗീതം, ലോകത്തിലെ ഏറ്റവും വലിയ സംഗീത ചക്രവർത്തിമാര് ജീവിച്ചിരുന്ന കാലമാണ് ഖുർആൻ അവതരിപ്പിക്കപ്പെടുന്ന കാലം. ഞാൻ അതിലേക്ക് എന്റെ വിഷയം മാറിപ്പോകും. ഏറ്റവും വലിയ സംഗീതജ്ഞന്മാരെന്ന് പറഞ്ഞാൽ രാത്രിയിൽ അങ്ങാടിയിൽ നിന്ന് വീട്ടിലോട്ട് നടന്നു പോകുന്ന നടപ്പാറയിൽ ഇരുട്ടിന്റെ വടിയിൽ നടന്നു പോകുമ്പോ കൂട്ടായി നിന്ന് ആ സമയത്ത് രചിക്കുന്ന പാട്ട് പാടിയിട്ട് പോയ ആളുകളാണ് അറബികൾ.
അവര് പാട്ട് എഴുതിയത് ഇങ്ങനെ പേപ്പർ വെച്ചിട്ട് ആലോചിച്ച് പ്രാസം നോക്കി അങ്ങനെയൊന്നും എഴുതിയതല്ലല്ലോ. ഒരു പാട്ടെന്ന് പറയുമ്പോ കുറെ സമയം വേണം എഴുതാൻ. ഫൈസൽ സാഹിബിനെ കുറിച്ച് അറിയാം. അന്തരിച്ചുപോയ ചലച്ചിത്ര രചയിതാവ് ഗിരീഷ് പുത്തഞ്ചേരിയുടെ ഒരു ഹിറ്റ് ഗാനത്തെ കുറിച്ച് പറയുന്നത് അദ്ദേഹം ഒരു ഹട്ടിൽ കയറി നിന്നിട്ട് 5 മിനിറ്റ് കൊണ്ട് ആ പാട്ട് എഴുതിയിട്ട് തിരിച്ചു വന്നു എന്നാണ്. അങ്ങനെയുള്ള പ്രതിഭാശാലികളുണ്ട്. പക്ഷെ അറേബ്യയിൽ നബിതങ്ങൾ ഖുർആനുമായിട്ട് വരുമ്പോൾ ആളുകളുടെ പാട്ടെന്താണെന്നറിയോ? രാത്രിയിലെ നടപ്പാടയിലൂടെ വീട്ടിലേക്ക് പോകുന്ന വഴിയിൽ 4 പേരുണ്ടെങ്കിൽ അവർ ഓരോരോ വരി പാടും. ഒരാൾ ഒരു പരിപാടുമ്പോ അടുത്തയാള് പാടും, അത് പാടുമ്പോ അടുത്തയാള് പാടും. അവരുടെ പ്രാസങ്ങൾ പോലും കറക്റ്റ് ആയിരുന്നു എന്നാണ്. നിമിഷകവി പേപ്പറിൽ എഴുതിയിട്ടല്ല. അവര് നടന്നു പോകുമ്പോൾ നമ്മള് നാടൻ പാട്ട് പാടൂലേ, താനാരോ തന്നാരോ തന താനാരോ തന്നാരോ എന്ന് പാടണമെന്ന മാതിരി അന്നത്തെ അറബികള് നടന്നു പോകുമ്പോ നടപ്പാതയിലെ ഇരുൾവടികളിൽ ആനന്ദം പകരാൻ നിമിഷകവികളായിരുന്നു അവർ. നടന്നു പോകുമ്പോ ഒരാള് പാട്ട് പാടിയത്രേ, അയാള് പാടി തീർന്ന് പാടുത്തയാള് പാട്ടുപാടി അവസാനം പ്രാസ അങ്ങനെ തന്നെ ഒരാള് പാടി. അപ്പൊ അടുത്തയാള് പാടി തീർന്നില്ല. മൂന്നാമത്തവൻ ഉടനെ അടുത്ത നിമിഷകവി പാടാൻ തുടങ്ങി. ഞാൻ പാടിയപ്പോ കേട്ടില്ലേ? അവസാനത്തെല്ലാം ലീ 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 അതേ പ്രാസഭംഗിയിൽ നടന്നു പോകുന്ന നടപ്പാതയിൽ നിമിഷ കവികഥകൾ പാടിയവരാണവർ. അടുത്ത ആള് ഇത്രമേൽ സാഹിത്യത്തെ പ്രണയിച്ചവരായിരുന്നു അവർ. അവരുടെ മുമ്പിലാണ് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ ദാവൂദ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കുടുംബത്തെ പരിചയപ്പെടുത്തി കൊടുത്തത്. സഹോദരാ, തീർന്നില്ല. ഞാൻ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് ഓർമ്മിപ്പിക്കുകയാ, നമ്മുടെ ഇടയിൽ കാണുന്ന പ്രശ്നങ്ങളെ ഖുർആൻ അവതരിപ്പിക്കുന്നത് ഇങ്ങനെയാണ്. ഒരു വീട്ടിൽ വാപ്പയും നല്ലതാണ്, ഉമ്മയും നല്ലതാണ്, കഷ്ടപ്പെട്ട് വളർത്തിയ മക്കളാണ്. അവസാനമാ മക്കള് തമ്മിലടിക്കുന്നത് കണ്ടിട്ട് കരയേണ്ടി വന്ന പിതാക്കന്മാരില്ലയോ? തങ്ങൾ നൊന്ത് പ്രസവിച്ചു വളർത്തിക്കൊണ്ടുവന്ന തങ്ങളുടെ മക്കൾ അവര് പരസ്പരം കിടന്ന് അടികൂടുന്നത് കണ്ടിട്ട് മക്കളുടെ ഇടയിൽ സാഹോദര്യം നഷ്ടപ്പെട്ട് മക്കള് തമ്മിൽ പരസ്പരം തലതല്ലി കീറുന്നത് കണ്ട് കരയേണ്ടി വന്ന എത്രയെത്ര പിതാക്കന്മാരും ഉമ്മമാരുമാ. അവരെ കുറിച്ചാണ് അല്ലാഹുവിന്റെ ഖുർആൻ പരിചയപ്പെടുത്തി കൊടുക്കുന്നത്. മഹാനായ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം, ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മക്കളായിരുന്നല്ലോ കാബീലും ഹാബീലും. കാബീല് ജേഷ്ഠനാണ്, ഹാബീൽ ഇളയ അനുജനാണ്. കാബീലിന് അനുജനായ ഹാബീലിനോട് അസൂയ തോന്നിയപ്പോ അവസാനം അസൂയ വളർന്ന് കാബീല് ഹാബീലിനെ കൊല്ലാൻ തീരുമാനിച്ചു. ഒട്ടകത്തിന്റെ തോളിൽ നീട്ടിക്കൊണ്ട് അനുജനായ ഹാബീലിന്റെ തല തല്ലി തകർക്കാൻ വന്നപ്പോ എന്റെ ഇളയറ്റിന് തടിച്ചുകൂടിയ പ്രിയപ്പെട്ട സഹോദരാ, കുടുംബ ജീവിതത്തിൽ നമ്മൾ പാലിക്കേണ്ട മര്യാദകൾ അല്ലാഹു നമുക്ക് വിവരിച്ചു തരികയാ. ആരോഗ്യവും സാമർഥ്യമുള്ള ജേട്ടൻ തന്നെ കൊല്ലാൻ വേണ്ടി അസൂയ മുത്തിട്ട് അനുജൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. നിരപരാധിയായ പാവപ്പെട്ട അനുജൻ ചേട്ടനോട് അപമര്യാദയായിട്ടൊരു വർത്തമാനം പോലും പറഞ്ഞിട്ടില്ല. പക്ഷേ അനുജനായ ഹാബീലിന് സൗന്ദര്യമുണ്ട്. അതിൽ അസൂയ മുത്തിട്ട് ജേട്ടനായ കാബീല് ഒട്ടകത്തിന്റെ തോളല്ലുകൊണ്ട് പ്രിയപ്പെട്ട അനുജന്റെ തലക്കടിച്ചു കൊല്ലാൻ വരുമ്പോ കൊല്ലാൻ വരുന്ന ജേട്ടന്റെ നേരെ നോക്കിയിട്ട് അനുജനായ ഹാബീൽ പറയുന്ന ഒരു മറുപടി ഖുർആനിലുണ്ട്. ഇത് കബീർ ബാക്കവിയുടെ വകയല്ല, ഇത് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. മഹാനായ ഹാബീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറയാണ്, ജേട്ടാ, ലഇൻ ബസത്ത ഇലയ്യ യദക ലിതഖ്തുലനി മാ നബി ബാസിത്നി യദിയ ഇലൈക ലിയഖ്തുലക ഇന്നി യഖാഫുല്ലാഹ റബ്ബൽ ആലമീൻ.
ചേട്ടാ, ഞാൻ നിങ്ങളോടൊരു തെറ്റും ചെയ്തിട്ടില്ല, പക്ഷേ നിങ്ങൾ എന്നെ കൊല്ലാൻ വേണ്ടി വരുമ്പോ എന്നെ കൊല്ലാൻ വേണ്ടി എന്റെ തല നിങ്ങൾ ഒട്ടകത്തിന്റെ തോളല് കൊണ്ട് അടിച്ച് പൊട്ടിച്ചാലും മാനവിവാസത്തിന് തിരിച്ച് നിങ്ങളെ അടിക്കാൻ എന്റെ കൈ നിങ്ങളുടെ നേരെ പൊങ്ങില്ലേക്ക. ചേട്ടനോട് അനുജം പറയുകയാണ്, ഇത് ഖുർആനാണ് സഹോദരാ. യാസീൻ മാത്രം ഓതി പഠിച്ചാൽ പോരാ, കുടുംബ ബന്ധത്തിന്റെ സൗഹാർദ്ദത്തെ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് അല്ലാഹുവിന്റെ ഖുർആൻ പഠിപ്പിച്ചു തരികയാ. ചേട്ടാ, നിങ്ങൾ എന്റെ തല തല്ലി പൊളിച്ചാലും ഇവിടെ ഇട്ട് നിങ്ങൾ എന്നെ തല്ലിക്കൊന്നാലും നിങ്ങളുടെ നേരെ എന്റെ കൈ ഞാനൊന്ന് പൊന്തിക്കുക പോകുമില്ല. എന്റെ ചേട്ടന് നേരെ എന്റെ കൈ പൊന്തുകയില്ല, എന്റെ ചേട്ടന് ഞാൻ തെറി വിളിക്കുകയില്ല. എന്തുകൊണ്ടെന്നറിയുമോ ഇക്കാക്ക? എനിക്ക് ആരോഗ്യമില്ലാഞ്ഞിട്ടല്ല, നിങ്ങളോട് തിരിടാൻ എനിക്ക് സാമർഥ്യമില്ലാഞ്ഞിട്ടല്ല, നിങ്ങൾ ചെയ്യുന്നത് പോലെ തിരിച്ചു ചെയ്യാൻ എനിക്കറിയാഞ്ഞിട്ടല്ല. പക്ഷേ ഇന്നി അഖാഫുല്ലാഹ റബ്ബൽ ആലമീൻ, എനിക്കെന്റെ സർവ്വലോക രക്ഷിതാവായ പടച്ചറപ്പിനെ പേടിയാ, എനിക്കെന്റെ അല്ലാഹുവിനെ പേടിയാ. വാപ്പാടെ പേരുള്ള സമ്പത്തിന്റെ പേരിലല്ലേ നിങ്ങൾ എന്നെ കൊല്ലാൻ വരുന്നത്? ഉമ്മ സമ്പാദിച്ച സ്വത്ത് തട്ടിയെടുക്കാനല്ലേ നിങ്ങൾ എന്നെ കൊല്ലാൻ വരുന്നത്? ഇല്ല ഇല്ല, എല്ലാം നിങ്ങളെടുത്തോ, എനിക്കൊന്നും വേണ്ട. പക്ഷേ ഒരു കാര്യം സത്യമാണ്, ഈ പച്ചമണ്ണിൽ നിന്ന് എന്നെയും നിങ്ങളെയും പടച്ചെടുത്ത പടച്ചറപ്പിനെ തന്നെയാണ് സത്യം. നാളെ ഏകനായ പടച്ചറപ്പിന്റെ പരമോന്നത കോടതിയിൽ നിൽക്കുമ്പോ ജഡ്ജിയെ സ്വാധീനിക്കാൻ കഴിയാത്ത, സാക്ഷികളെ വിലക്കെടുക്കാൻ കഴിയാത്ത, കൃത്രിമ രേഖകൾ ഉണ്ടാക്കാൻ കഴിയാത്തൊരു കോടതിയില്ലേ, അവിടെ പരമോന്നതനായ ജഡ്ജിയുടെ മുമ്പിൽ വരുമ്പോ എനിക്ക് അല്ലാഹുവിനെ പേടിയാ, എനിക്ക് കിട്ടാനുള്ളത് ഞാൻ അവിടെ വെച്ച് വാങ്ങിച്ചോളാ എന്ന് മറുപടി പറഞ്ഞു മഹാനായ ഹാബീൽ അലൈഹിസ്സലാത്തു വസ്സലാം. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് സഹോദരിമാരോട് ഓർമ്മിപ്പിക്കുന്നത്, നമ്മുടെ കുടുംബം എന്ന് പറയുന്ന കൊച്ചു വീടിന്റെ കൂരകളുടെ ഇടയിൽ നടക്കുന്ന സകലമാന പ്രശ്നങ്ങളെയും അല്ലാഹു നമ്മളോട് പറഞ്ഞു തന്നിട്ടുണ്ടല്ലോ. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഭാര്യ ഭർത്താക്കന്മാരോട്, ചേട്ടാനുജന്മാരോട്, വാപ്പയോട്, ഉമ്മയോട്, കുടുംബ ബന്ധത്തിന്റെ ഏറ്റവും പരമപ്രധാനമായ അടിത്തറ ഏതെന്നറിയോ? ഇന്നി അഖാഫുല്ലാഹ റബ്ബൽ ആലമീൻ, എനിക്കെന്റെ പടച്ചറപ്പിന്റെ മുമ്പിൽ നിൽക്കേണ്ടതല്ലേ? ഭാര്യയും ഭർത്തൃബന്ധത്തിന്റെ അടിത്തറയടാ, എനിക്കെന്റെ ഭർത്താവിന്റെ മുഖത്ത് പരലോകത്ത് വെച്ച് നോക്കേണ്ടതല്ലേ? എന്റെ ഭാര്യയെ ഞാൻ ചതിച്ചാൽ നാളെ റബ്ബിന്റെ മുമ്പിൽ ഞാൻ അതിന് സമാധാനം പറയണമല്ലോ. എല്ലാം പടച്ചറപ്പിൽ അരിയിച്ചു ചേർത്താ, എല്ലാം പടച്ചറപ്പിൽ ചേർത്ത് വെച്ച ഒരു ബന്ധവിശ്വാസത്തിന്റെ അടിത്തറയിലാണ് കുടുംബ ബന്ധം മുന്നോട്ട് പോവുക. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഉറക്കപ്പറ സഹോദരാ, അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു നമ്മുടെ കുടുംബ ജീവിതത്തെ അല്ലാഹു മനോഹരമാക്കി തരുമാറാകട്ടെ. നമ്മുടെ ഭാര്യയോടൊത്ത്, നമ്മുടെ ഭർത്താവിനോടൊത്ത്, നമ്മുടെ മക്കളോടൊത്ത്, നമ്മുടെ ഭാര്യയുടെ കുടുംബത്തോടൊത്ത് അല്ലാഹുവേ, അല്ലാഹുവേ, കുടുംബ ബന്ധത്തെ ഏറ്റവും ദൃഢമാക്കി തരണേ തമ്പുരാനെ. ഞാൻ നിങ്ങളെ വിളിക്കുകയാണ്. 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മദീനയിൽ നടന്ന ഒരു സംഭവമുണ്ടല്ലോ. മദീന മദീന മദീന. അല്ലാഹു നമുക്ക് മദീനയിലേക്ക് എത്താൻ അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ പറ. അല്ലാഹു മദീനയിലേക്ക് തൗഫീഖ് നൽകട്ടെ. സഹോദര, മദീന തിരിക്കുമ്പോ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട്, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അബൂബക്കർ റളിയല്ലാഹു തആല അൻഹുവിനോട് ചോദിച്ചു അത്രേ, അബൂബക്കറേ, 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 നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഏറ്റവും ഇഷ്ടപ്പെട്ട ജോലി ഏതാണ്? ഇവിടെ എന്നെ നോക്ക്, വേറെ നോക്ക്, എന്നെ നോക്ക്, സമയമില്ല. അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനോട് ഇങ്ങനെ ഒരു കുടുംബത്തെ കിട്ടാൻ വേണ്ടി നിങ്ങൾ ദുആ ചെയ്യും. അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനോട് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, അബൂബക്കറെ, നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ജോലി ഏതാണ്? നിങ്ങളെന്ന് പറയും, നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ജോലി ഏതാ? പറമച്ചന്മാരെ,
ഇനി കുടുംബജീവിതം എന്താന്ന് ഞാൻ പറഞ്ഞുതരാം. നിങ്ങളൊന്ന് പറയും, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ജോലി ഏതാ? കാന പീന സോന. ഒന്ന് പറയും, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ജോലിയില്ല? ഉറങ്ങ. നല്ല ബേജാറുള്ള ആളാ. ഉറങ്ങ. എന്നാൽ നിങ്ങൾ കേട്ടോളി, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് ചോദിച്ചത്, അബൂബക്കറേ നിനക്ക് ജീവിതത്തിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ജോലി ഏതാ? മറുപടി വന്നു, അന്നലുറു ഇലാ വജ്ഹിക യാ റസൂലല്ലാഹ്, അങ്ങയുടെ മുഖത്തേക്ക് ഇങ്ങനെ വെറുതെ നോക്കിയിരിക്കണം നബിയേ. വേറൊരു ജോലിയും അബൂബക്കറിന് ഇഷ്ടമല്ല. അന്നലുറു ഇലാ വജ്ഹിക യാ റസൂലല്ലാഹ്, അങ്ങയുടെ മുഖത്തേക്കൊന്ന് നോക്കിയിരിക്കണം. രാപ്പകലുകളുടെ വ്യത്യാസമില്ലാതെ ഏത് സമയത്തും എനിക്ക് അങ്ങയുടെ മുഖത്തേക്ക് നോക്കിയിരിക്കാൻ കഴിഞ്ഞാൽ അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അബൂബക്കർ റളിയല്ലാഹു അൻഹു പറഞ്ഞു. നിങ്ങൾ കേട്ടിട്ടില്ലേ ഈ ചരിത്രം? ഉണ്ടാ? ഇത് കേട്ടിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും തോന്നിയ? നമ്മൾ കുറെ നാളായില്ല വാത് കേൾക്കാൻ തുടങ്ങിയിട്ട്. ഇത് കേട്ടിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും തോന്നിയോ? കുടുംബജീവിതത്തിന്റെ പ്രധാനപ്പെട്ട ഒരു ഭാഗം പറഞ്ഞാൽ അവസാനിപ്പിക്കുക. സമയം പോണത് അറിയണില്ല. നിങ്ങൾക്കൊന്നും മനസ്സിലായില്ല? ഒന്നും തോന്നിയില്ല? ഇതാണ് നമ്മൾ ചരിത്രം നന്നായിട്ട് കേൾക്കും, പക്ഷെ ചരിത്രത്തിനൊരു പിന്നാമ്പുറമാണ്. ഈ ചരിത്രത്തിനൊരു പിക്ചറൈസേഷൻ ഉണ്ട്. ആ ചരിത്രത്തെ നമ്മൾ നന്നായിട്ട് പുറകിൽ നിന്ന് എന്ത് ചെയ്യണം? ചിന്തിക്കണം. മോനെ, ചോദ്യം ചോദിച്ചത് ആരാണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചത് ആരോടാ? അബൂബക്കർ റളിയല്ലാഹു അൻഹു. നമ്മൾ അതിലെ ചരിത്രം ഒതുക്കി ചോദിച്ചതാരെന്നറിയോ? തന്റെ ഭാര്യ പിതാവിനോടാണ് ചോദിച്ചത്. തന്റെ ഭാര്യയായ ആയിഷ റളിയല്ലാഹു അൻഹയുടെ പിതാവാണ് അബൂബക്കർ റളിയല്ലാഹു അൻഹു. ഭാര്യ പിതാവിനോടും മരുമകൻ ചോദിച്ചത്രേ. അങ്ങനെ നിങ്ങൾ ഇതൊന്ന് മനസ്സിലാക്കി നോക്ക്. നിങ്ങൾക്ക് ജീവിതത്തിൽ ഏറ്റവും ഇഷ്ടമുള്ള കാര്യമേതാ? മരുമകന് ഭാര്യ പിതാവിന്റെ മറുപടി വന്നു, മരുമകനെ അന്നദുറു ഇലാ വജ്ഹിക, എന്റെ മകളെ കൈപിടിച്ചേൽപ്പിച്ചിട്ട് എന്റെ മകളെ സന്തോഷത്തോടെ വളർത്തുന്ന, എന്റെ മകൾക്ക് സ്നേഹം പകർന്നു കൊടുക്കുന്ന എന്റെ പ്രിയപ്പെട്ട മകളുടെ ഭർത്താവിന്റെ മുഖത്തിങ്ങനെ നോക്കിയിരിക്കലാണെന്ന് മഹാനായ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു. മനസ്സിലായോ? തലയെങ്കിലും ആട്ട്. ഇതെന്തുവാ ഇത്? കണ്ണൂർ വിമാനത്താവളത്തിന് ക്ഷണിക്കാത്ത ആളുകൾ ഇരിക്കണമായിരിക്കും. നിങ്ങൾ ഒരുമാതിരി ഒരു വൈരാഗ്യവും പ്രതിഷേധവും ഒക്കെ എന്റെ മുഖത്ത്. ഒന്ന് തലയാട്ടി. ഇപ്പൊ മനസ്സിലായോ? ഭാര്യ പിതാവിനോടാണ് ചോദിക്കുന്നത്, നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ജോലി ഏതാ? അപ്പോ ഭാര്യ പിതാവ് പറയാൻ, മരുമോനെ നിന്റെ മുഖത്തിങ്ങനെ നോക്കിയിരിക്കണേ, എന്റെ മകളെ ഇത്രമേൽ സ്നേഹം കൊടുത്ത് വളർത്തിയ, ഞാൻ ഏൽപ്പിച്ച എന്റെ പൊന്നുമോളെ ഇത്രത്തോളം സ്നേഹിച്ചു വളർത്തിയ നിന്റെ മുഖത്ത് നോക്കുന്നതിനേക്കാൾ തൃപ്തി എനിക്ക് എന്താണുള്ളത്? നമ്മുടെ അമ്മോശം കാക്ക നമ്മളോട് ഇത് പറയാം. ഇത്ര വർത്താനമുള്ളൂ. നമ്മുടെ കുടുംബം നമ്മുടെ അമ്മോശം കാക്ക അങ്ങനല്ലേ പറയാ? ഭാര്യയുടെ ഉപ്പ എന്നാ പറയാ? അമ്മോശം കാക്ക. ആ കാക്ക അത്ര മോശമാ? അമ്മോശം കാക്ക ഇന്നേ വരെ നമ്മളോട് പറയാം, മരുമോനെ ആ കാക്കാടെ ദുആ പടച്ചോനെ ദജ്ജാലിന്റെ മുഖം ഒന്ന് കാണാതിരുന്നെങ്കിൽ എന്റെ മോളെ കൈപിടിച്ച് ഏൽപ്പിച്ച് ഞാൻ കൊടുത്ത് ഇത്ര നേരം ഞാൻ കഷ്ടപ്പെട്ട് വളർത്തി എന്റെ മകളെ അവൻ എത്രമേൽ കഷ്ടപ്പെടുത്തുകയാണ്. ഈ ഒരു കുടുംബ ജീവിതത്തെയാണ് അള്ളാഹുവിന്റെ റസൂൽ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹബീബായ നബി തങ്ങൾ പഠിപ്പിച്ചു തന്നത്. മരുമകന്റെ മുഖത്ത് നോക്കിയിരിക്കണം ഭാര്യാപിതാവിന്റെ ഏറ്റവും വലിയ ഇഷ്ടമാ. കാരണം എന്തെന്നറിയോ? ഭാര്യാപിതാവ് ഭാര്യയുടെ പിതാവ് നിക്കാഹ് നടക്കുന്ന സമയത്ത് ഭാര്യയുടെ പിതാവ് നമ്മുടെ കയ്യിൽ പിടിച്ചിട്ട് പറയുന്നൊരു വാക്കുണ്ട്. ആ വാക്കിന്റെ അർത്ഥം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ?
അമറല്ലാഹു തആല ബിഹി മിൻ ഇംസാകിൻ ബിമഅറൂഫിൻ ഔ തസ്രീഹിൻ ബിഇഹ്സാൻ. കല്യാണച്ചന്തയില് മാത്സര്യ ബുദ്ധിയോടെ കോടുകൾ എറിഞ്ഞ് പകിട കളിക്കുന്ന സമുദായത്തിന് എന്താണ് വിവാഹമെന്നറിയില്ല. ഇസ്ലാമിന്റെ വിവാഹം ഈ രണ്ട് വാക്കുകളാണ്. ഭാര്യയുടെ പിതാവ് അണിഞ്ഞൊരുങ്ങി വരയ്ക്കുന്ന പുതിയാപ്പിളയുടെ കയ്യിലേക്ക് തന്റെ കൈ ചേർത്ത് വെച്ചിട്ട് ഭാര്യയുടെ പിതാവ് വിറക്കുന്ന ഹൃദയത്തോടെ വിതുമ്പുന്ന ചുണ്ടുകളോടെ പറയാ, നിക്കാഹ് നടക്കുന്ന സദസ്സിൽ ഏറ്റവും ടെൻഷൻ ആർക്കാ? പ്രിയപ്പെട്ട ഭാര്യയുടെ പ്രിയപ്പെട്ട പുതിയ പെണ്ണിന്റെ ഉപ്പാക്കല്ലയോ? കഴിഞ്ഞ 18 വർഷമായി കൈവെള്ളയിലെ കൈവല്യം പോലെ കാത്തു സൂക്ഷിച്ച എന്റെ പൊന്നുമോളെ, പലഹാരം വാങ്ങിച്ചിട്ട് ഞാൻ വരുമ്പോ എന്നെ കാത്തിരുന്ന എന്റെ പൊന്നുമോളെ, ഉപ്പാനെ കാണുന്നതും കാത്ത് ഭൂമുഖവാദത്തിൽ കാത്തിരുന്ന എന്റെ പൊന്നുമോളെ. ഒരു വാപ്പാക്ക് എത്ര മക്കളുണ്ടെങ്കിലും ഏറ്റവും കൂടുതൽ സ്നേഹം പെൺമക്കളോടല്ലേ? ആൺമക്കളോട് സ്നേഹം കുറവാണെന്നല്ല, വാപ്പയുമായി ഏറ്റവും മാനസികമായിട്ട് അടുപ്പമുള്ളൊരു പെൺമക്കളാ. അവര് നമ്മുടെ മടിയിൽ വന്നിരിക്കും. ഉപ്പാന്ന് പറഞ്ഞ് എപ്പോഴും തള്ളയാടിന്റെ കൂടെ കൊച്ചാട്ടും കുട്ടി ചാടിക്കളിക്കുന്നത് പോലെ നമ്മളോട് ഏറ്റവും അടുപ്പമായിട്ട് കളിക്കുന്നത് നമ്മുടെ പൊന്നു പെൺമക്കളല്ലേ? രണ്ടാൺകുട്ടികളുടെയും ഒരു പൊന്നുമോളുടെയും ഉപ്പ എന്ന മനുഷ്യനാണിത് പറയുന്നത്. സഹോദരാ, അത്രമേ നമ്മൾ സ്നേഹിച്ച പൊന്നുമോളെ 18 വയസ്സായപ്പോ ഒരു ചെറുപ്പക്കാരന്റെ കയ്യിലേക്ക് വെച്ചു കൊടുത്തിട്ട് പറയുന്നൊരു വാക്കുണ്ട്, മോനെ, എന്റെ മകളെ ഞാൻ നിനക്ക് ഞാനിപ്പോ വിവാഹം ചെയ്തു തരുന്നത്. എന്റെ മകൾക്ക് ഭക്ഷണം കൊടുക്കാൻ എന്റെ വീട്ടിലില്ലാത്തത് കൊണ്ടല്ല, 18 വയസ്സ് വരെ ജീവിച്ച എന്റെ മകൾ ഒരു അധിക ഭാരമായത് കൊണ്ടല്ല, എന്റെ മകളെ ഇനി വീട്ടിൽ നിന്ന് മാറ്റി നിർത്താനല്ല, 18 വയസ്സ് വരെ എന്റെ ഹൃദയത്തിലെ പൂ പോലെ ചേർത്ത് വെച്ച എന്റെ പൊന്നുമോളെ നിനക്ക് ഞാൻ ഇപ്പൊ നിന്റെ കയ്യിൽ ഏൽപ്പിക്കുന്നത്. എന്നോട് എന്റെ റബ്ബ് കൽപ്പിച്ചത് കൊണ്ടാ. എന്റെ അള്ളാഹു ഒരു പെൺകുട്ടി പ്രായപൂർത്തിയായാൽ അവളെ ഹലാലായ രീതിയിൽ വിവാഹം ചെയ്തു കൊടുക്കൽ ഒരു വാപ്പാന്റെ കടമയാണെന്ന് എന്റെ ഉപ്പന്റെ അള്ളാഹു എന്നോട് പറഞ്ഞത് കൊണ്ടാ. അള്ളാഹു എന്നോട് ഇത് പറഞ്ഞില്ലായിരുന്നത് എന്റെ മകളെ നിന്റെ വീട്ടിലേക്ക് ഞാൻ പറഞ്ഞയക്കുമായിരുന്നില്ല. സഹോദര, ഇങ്ങനെ റബ്ബ് നിശ്ചയിച്ചില്ലെങ്കിൽ ഏതെങ്കിലും ഒരു വാപ്പ തന്റെ മകളെ വിവാഹം ചെയ്തു കൊടുക്കോ? കാരണം വാപ്പാടെ കരളാണ് പറിച്ചു കൊടുക്കുന്നത്. ഇന്നലെ വരെ വീട്ടുമുറ്റത്ത് കളിച്ചു നടന്ന പ്രിയപ്പെട്ട പെങ്ങളെ കാക്ക ചങ്ക് പറിച്ചാണ് കൊടുക്കുന്നത്. ഒരു വീട്ടിൽ നിന്ന് ചങ്കിനെ കരളിനെ പറിച്ചെടുത്തിട്ടാണ് കൊടുക്കുന്നത്. എന്റെ പ്രിയപ്പെട്ട പുതിയാപ്പിളെ, എന്റെ റബ്ബ് കൽപ്പിച്ചത് കൊണ്ട് മാത്രമാണ് നിനക്ക് ഞാൻ വിവാഹം ചെയ്തു തരുന്നത്. ആ രീതിയിൽ കരാറും ഉടമ്പടിയും ഉണ്ടാക്കി നമ്മളോട് പറയുമ്പോ പുതിയാപ്പിള പറയാണ്, നിങ്ങൾ ഈ പറഞ്ഞ പൊന്നുമോളെ ഞാൻ ചേർത്ത് പിടിച്ചോളാം എന്റെ ജീവിതത്തിലേക്ക്. ഇത്രമേലാളുകളുടെ മുമ്പിൽ വെച്ച് വാപ്പ ഏൽപ്പിച്ചു തന്നെ പൊന്നുമോളെ, ആ പൊന്നുമോളെ വളർത്തിക്കൊണ്ടുപോയിട്ടൊരു കൂട്ടുകാരിയെ പോലെ, ഒരു പെങ്ങളെ പോലെ, ഭാര്യയെ പോലെ ചേർത്ത് പിടിച്ച മരുമകന്റെ മുഖത്തേക്ക് നോക്കിയിരിക്കലാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമെന്ന് മഹാനായ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു. സഹോദരായ, പറയേണ്ട കാര്യമില്ല, എല്ലാം പടച്ചറപ്പിന്റെ തീരുമാനമാണ്. എന്റെ ഭാര്യ എന്റെ അടുക്കലേക്ക് വന്നത് എന്റെ തീരുമാനമാണ്, അല്ലാഹുവിന്റെ തീരുമാനമാണ്. അതിനെ സ്നേഹത്തോടെ സ്വീകരിക്കാൻ ഏത് ഭാര്യ ഭർത്താക്കന്മാർക്ക് കഴിയുമോ അവരാണ് കുടുംബ ജീവിതത്തിൽ ഏറ്റവും വലിയ വിജയശ്രീലാളിതരാവുക. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വാപ്പ അങ്ങനെയാണ് കല്യാണം കഴിച്ചു തന്നത്. എന്റെ റബ്ബ് പറഞ്ഞോണ്ടാണ് ഞാൻ തരണത്. അള്ളാഹ് കൽപ്പിച്ചില്ലെങ്കിൽ ഒരു വാപ്പ ഒരു മോളെ തരൂല. തരുവോ? പരുവമച്ചന്മാരെ മറുപടി പറയുന്നത് അതിന് ഗൂഗിളിൽ നോക്കണം. കൊടുക്കോ? ഇല്ല. എല്ലാരെയും സാക്ഷി നിർത്തി എന്റെ മകളെ നോക്കിക്കോണം എന്ന് പറഞ്ഞു കൊടുത്തതാണ്. അങ്ങനെ കല്യാണം കഴിച്ചു കൊടുത്തു. എന്നെ നോക്കി അങ്ങനെ കല്യാണം കഴിച്ച് കൊടുത്തു. മകളും മരുമകനും പോയി ജീവിതം ആരംഭിച്ചു. കല്യാണം കഴിഞ്ഞ മകളും മരുമകനും എങ്ങനെ ജീവിക്കുന്നു എന്നറിയാൻ ഉപ്പ ഒരിക്കൽ കല്യാണം കഴിച്ചു വിട്ട മകളുടെ വീട്ടിലെത്തി. ശ്രദ്ധിച്ചു കേട്ടോളി. മഹദിയായ ഹഫ്സ റളിയല്ലാഹു അൻഹയും അല്ലാഹുവിന്റെ റസൂൽ സന്തോഷത്തോടെ ജീവിക്കുന്ന വീട്ടിലേക്ക് മഹാനായ ഉമർ റളിയല്ലാഹു തആല കടന്നു വന്നു.
മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും ഹഫ്സ റളിയല്ലാഹു അൻഹയും സന്തോഷത്തോടെ ജീവിക്കുന്ന വീട്ടിലേക്ക് വന്നു. ഹഫ്സ റളിയല്ലാഹു അൻഹ ആരാ? ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ മകള്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യ. അപ്പം മകളും മരുമകനും കൂടെ ജീവിക്കുന്ന ജീവിതം കാണാൻ ഭാര്യയുടെ വാപ്പ വീട്ടിൽ വന്നു. അങ്ങനെ നിങ്ങൾ കരുതിക്കോളി, ഭാര്യയുടെ വാപ്പ വീട്ടിൽ വന്നു. ആ വീടിന്റെ അകത്തോട്ട് കയറിയപ്പോഴേ മനസ്സിലായി ഇന്ന് ഈ വീട്ടിൽ ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. ഒരൽപ്പവും കൂടി അകത്തോട്ട് കയറിയപ്പോ മനസ്സിലാക്കി ഇന്നലെയും ഈ വീട്ടിൽ ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. ഒരൽപ്പവും കൂടി അകത്തോട്ട് കയറിയപ്പോ മനസ്സിലായി ഒരാഴ്ചയായിട്ട് ഈ വീട്ടിൽ ഭക്ഷണമേ ഉണ്ടാക്കിയിട്ടില്ല. ആരാ വന്ന് നോക്കണത്? ഭാര്യയുടെ വാപ്പ, അമോശം കാക്ക. എന്നാ മകൾ ഇതേവരെ വാപ്പായോട് പരാതി പറഞ്ഞിട്ടുണ്ടോ? ഉണ്ടോ? നമ്മുടെ വീട്ടിലെങ്ങാനും ഒരാഴ്ച ഇവള് പട്ടിണിയാനുള്ള അവസ്ഥ ഒന്ന് ആലോചിച്ചു. വാപ്പല്ല, പഞ്ചായത്ത് പ്രസിഡന്റ് ഇത് പറയും, ഫേസ്ബുക്കിലും. ഇപ്പൊ പിന്നെ ആളുകൾക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി അള്ളഹാനോട് പോലും പറച്ചിലില്ല, ഫേസ്ബുക്കിലാണ് ഫുള്ള്. പണ്ടൊക്കെ നമുക്കൊരു വിഷമം ഉണ്ടായി നമ്മൾ അള്ളഹാനോട് പറയും പടച്ചോനൊന്ന് മാറ്റി തരാൻ. ഇപ്പോ എല്ലാവർക്കും പറയാനുള്ള സ്ഥലം ഏതാ? ഫേസ്ബുക്കാണ്. ആദ്യം തന്നെ ഭാര്യക്ക് ഭർത്താവിനെ കുറിച്ച് പറയാനുള്ളതും. ഇപ്പൊ എത്ര ലൈവുകളാ? പ്രവാസിയെ ചതിച്ച ഭാര്യ, അങ്ങാടിപ്പാട്ടായി കുടുംബത്തിന്റെ ഉള്ളിലെ രഹസ്യങ്ങൾ, അങ്ങാടിപ്പാട്ടായി. മനുഷ്യൻ ഉളുപ്പ് നഷ്ടപ്പെട്ടു. ഈ ഒരാഴ്ച പട്ടിണിയായിട്ട്, ഇതാണ് സഹോദരി, നിങ്ങൾ നോക്കി എന്റെ പൊന്നു സഹോദരിമാരെ, ഒരാഴ്ച പട്ടിണിയായിട്ട് മകള് വിളിച്ചു പറഞ്ഞോ വാപ്പായോട്, വാപ്പാ പട്ടിണിയാണ്, എന്നെ വന്ന് കൊണ്ടുപോകാൻ? ഇല്ല. ഭർത്താവിനോട് ചേർന്ന് നിന്നു. ഇതാണ് കുടുംബജീവിതം. സിമ്പിളായിട്ട് ഞാൻ പറഞ്ഞുതരാം. ഒരു ഭർത്താവ് കല്യാണം കഴിഞ്ഞ ഉടനെ ഭാര്യയോട് പറഞ്ഞു, ഞാൻ എപ്പ ഭക്ഷണം കഴിച്ചാലും ഭക്ഷണത്തിന്റെ കൂടെ ഒരു കിണ്ടിയിൽ വെള്ളവും ഒരു സൂചിയും കൊണ്ടു നോക്കും. ഭർത്താവ് പറഞ്ഞ അന്ന് മുതൽ ഭാര്യ ഭക്ഷണം വിളമ്പുമ്പോ കിണ്ടിയിൽ വെള്ളവും സൂചിയും കൊണ്ടുവെക്കും. സൂചിയും കൊണ്ടുവെക്കും. 10-28 വർഷം ഒരു ഭാര്യ ഭർത്താക്കന്മാരായി ജീവിച്ചു. അപ്പോഴൊക്കെ ഭക്ഷണം കൊണ്ടുവന്ന് വെക്കുമ്പോ കിണ്ടിയിൽ വെള്ളവും സൂചിയും വെക്കും. ഭർത്താവ് ഇതേവരെ ഉപയോഗിച്ചിട്ടില്ല. കഴിച്ച പ്ലേറ്റ് എടുത്തുകൊണ്ട് പോകുമ്പോൾ ഭാര്യ ഇത് കൊണ്ടുപോയി പൂർവ്വസ്ഥാനത്ത് വെക്കും. വീണ്ടും വിളമ്പുമ്പോ എടുത്തു വെക്കും. നിരന്തരമായി 28 വർഷം ഈ പെണ്ണിത് ചെയ്തു. ഭർത്താവ് എന്ന ജീവിതത്തിൽ ഇന്നേ അവർ ഉപയോഗിച്ചിട്ടില്ല. നമ്മുടെ പെണ്ണുങ്ങളാണെങ്കിൽ പറയും, കല്യാണം കഴിഞ്ഞാണ് ഇനി എനിക്ക് ഭക്ഷണം കിണ്ടിയും വെള്ളവും കൊണ്ട് വെക്കണം, ഒരു സൂചിയും വെക്കണം. ഒരു 2 ദിവസം കഴിയുമ്പോ വീട്ടിൽ വിളിച്ചോട്ട് കഴിയും, വാപ്പ നന്നായിട്ട് അന്വേഷിച്ചിട്ട് എന്നെ പുതിയാപ്പിള എനിക്ക് തന്നത് എന്ത് മോളെ, അയാൾക്ക് മൂച്ചിപ്പിരാന്താണ്. 2 ദിവസമായിട്ട് കിണ്ടിയിൽ വെള്ളവും സൂചിയും വെക്കലാണ് എന്റെ ജോലി. നിങ്ങൾ ഇങ്ങനെ ആവണോന്നല്ല ഞാൻ പറഞ്ഞത്, കുടുംബ ജീവിതം ഇങ്ങനെയാണ്. അല്ല നമ്മുടെ ഭാഷയും വൈരാഗ്യവും, ഞാൻ ആരാന്നറിയോ നീ ആരാന്നറിയോ, ഇത് ജീവിതത്തിൽ നടക്കൂല. അത് വെളിയിലെ പറ്റൂ. അത് വെളിയിലെ പറ്റൂ. നമുക്ക് സദസ്യ വെല്ലുവിളിക്കാൻ ധൈര്യം ഉണ്ടാ പാടാം, വീട്ടിൽ പറ്റൂ. രാഷ്ട്രീയത്തിൽ നമുക്ക് വെല്ലുവിളിക്കാം, ധൈര്യം ഉണ്ടാവാ, നമുക്ക് മത്സരിക്കാം, വീട്ടിൽ പറ്റൂ? പറ്റൂല. അവസാനം മരണാസന്നനായി ഭർത്താവ് കിടന്നപ്പോ ഈ ഭാര്യ അടുത്ത് എന്നിട്ട് ചോദിച്ചു, പിന്നെ എനിക്ക് മരിക്കുന്നതിന് മുമ്പ് ഒരു കാര്യം ചോദിക്കാണ്. അതുവരെ ചോദിച്ചില്ല, അടക്കി പിടിച്ചു. നിങ്ങൾ കല്യാണം കഴിഞ്ഞ അന്ന് മുതൽ ഭക്ഷണം വിളമ്പുമ്പോ കിണ്ടിയിൽ വെള്ളവും സൂചിയും കൊണ്ടുവന്ന് വെക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഇതേവരെ അത് കൊണ്ടുവന്ന് വെച്ചിട്ട് നിങ്ങളത് ഉപയോഗിച്ചിട്ടില്ല. മരിക്കണതിന് മുമ്പ് അതെന്താ എന്നെ കൊണ്ട് ഇത്രയും നാളും ചെയ്യിപ്പിച്ചെന്ന് ഒന്ന് പറഞ്ഞു തരൂന്ന് വെച്ചു. അപ്പൊ ഭർത്താവ് പറഞ്ഞു, പെണ്ണെ ഞാനത് നിന്നോട് പറഞ്ഞത് നീ ഭക്ഷണം വിളമ്പുമ്പോഴും ഞാൻ ഭക്ഷണം കഴിക്കുമ്പോഴും ഭക്ഷണം താഴെ വീണു പോയാൽ ഈ സൂചി കൊണ്ട് ആ ചോറിന്റെ മണി കുത്തിയെടുത്ത് കിണ്ടിയിലെ വെള്ളത്തിൽ നന്നായിട്ട് വൃത്തിയാക്കി തിന്നാൻ വേണ്ടിയാണ്. പക്ഷേ നീ വിളമ്പുന്നതിന്റെ സൂക്ഷ്മത കൊണ്ടും ഞാൻ കഴിച്ചതിന്റെ അവധാനത കൊണ്ടും ഇന്നേ വരെ ഒരു പറ്റ് പോലും താഴെ വീണിട്ടില്ല, ഇത് ഉപയോഗിക്കേണ്ടി വന്നിട്ടില്ല. കഥ മനസ്സിലായ നിങ്ങൾക്ക്? വിളമ്പിയ പെണ്ണിന്റെ സൂക്ഷ്മത മാത്രം പോരാ, കഴിക്കുന്ന പുരുഷന്റെ അവധാനതയും കൂടി വേണം. രണ്ടും ചേരുമ്പോഴാണ് ഇതൊന്നും ഉണ്ടാവാതിരിക്കുക. വിളമ്പുന്നവൾ ഭാര്യയാണ്, കഴിക്കുന്നത് ഭർത്താവാണ്. രണ്ടുപേരും ഒരേപോലെ ഒരാളുടെ സൂക്ഷ്മതയും മറ്റൊരാളുടെ അവധാനതയും ചേരുമ്പോഴാണ്
പട്ടിണിയാണെങ്കിലും പരിവട്ടമാണെങ്കിലും കുടുംബജീവിതം സന്തോഷകരമാവുക. അതുകൊണ്ടാണല്ലോ മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു ആ വീടിന്റെ ഉള്ളിലോട്ട് കയറിയപ്പോൾ മനസ്സിലായി ഒരാഴ്ചയായിട്ട് ഈ വീട്ടിൽ പട്ടിണിയാ. മഹദിയായ ഹഫ്സ റളിയല്ലാഹു അൻഹ തന്റെ പ്രിയപ്പെട്ട ഉപ്പാനെ കണ്ടപ്പോ ചാടി എഴുന്നേറ്റ് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് ചേർന്നിരുന്നു. അല്ലാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ അല്ലാഹുവിന്റെ റസൂലിന് വല്ലാത്ത ജാള്യതയായി തന്റെ പ്രിയപ്പെട്ട ഭാര്യയുടെ ഉപ്പതങ്ങളുടെ പട്ടിണി കണ്ടല്ലോ. തന്റെ പ്രിയപ്പെട്ട മകള് ആഴ്ചകളോളം പട്ടിണിയാണെന്ന് ഉപ്പ തിരിച്ചറിഞ്ഞല്ലോ. എന്താണ് ചെയ്യേണ്ടതെന്നറിയാതെ അല്ലാഹുവിന്റെ റസൂൽ വല്ലാത്ത വൈമനസ്യത്തോടെ വൈഷമ്യത്തോടെ നിൽക്കുമ്പോ ബഹുമാനപ്പെട്ട ഹഫ്സ റളിയല്ലാഹു തആല തന്റെ പ്രിയപ്പെട്ട ഭർത്താവിന്റെ അടുക്കിലേക്ക് ചേർന്ന് നിന്നു. ഉമർ റളിയല്ലാഹു തആല അടുക്കളയിലോട്ട് കയറിയപ്പോ മനസ്സിലായി ഒരു മാസമായിട്ട് വീട് കുടുംബപ്പട്ടിണിയില. തന്റെ പ്രിയപ്പെട്ട മകൾ ഒരു മാസമായി പട്ടിണി കിടക്കുകയാണെന്ന് തിരിച്ചറിഞ്ഞ ഉമർ റളിയല്ലാഹു അൻഹു ആ അടുക്കളയിൽ മുഴുവനും പരതി നോക്കിയപ്പോ ഒരു തോൽപാത്രം വെച്ച് എന്തോ ഒരു സാധനം മൂടി വെച്ചിട്ടുണ്ട്. ആ തോൽപാത്രം എടുത്തെന്ന് നോക്കിയപ്പോ സുബ്ഹാനല്ലാഹ് അവിടെ ഗോതമ്പ് കൊണ്ടുണ്ടാക്കിയ റൊട്ടിയുടെ പകുതി ഭാഗം ഇരിക്കുന്നുണ്ട്. ഒരു ഗോതമ്പ് റൊട്ടിയുടെ പകുതി മുറിച്ചതിന്റെ ഭാഗം അവിടെ ഇരിക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ വീട്ടിലെ ഭക്ഷണമാണത്. ആ പകുതി റൊട്ടി കഷ്ണം കയ്യിലെടുത്തുകൊണ്ടതിലേക്ക് നോക്കിയപ്പോ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കവിൾത്തടത്തിലൂടെ കണ്ണുനീര് തടം തല്ലിയാത്തൊടുകി. ഹഫ്സ റളിയല്ലാഹു അൻഹ നോക്കുമ്പോ അല്ലാഹുവിന്റെ റസൂലിന്റെ കണ്ണ് നിറയുകയാ. തന്റെ പ്രിയപ്പെട്ട ഭർത്താവിന്റെ കണ്ണ് നിറഞ്ഞപ്പോ ഹഫ്സ റളിയല്ലാഹു തആല അടുത്തേക്ക് ചേർന്ന് നിന്ന് തന്റെ പ്രിയപ്പെട്ട ഹബീബായ മുത്തുനബിയുടെ തന്റെ പ്രിയപ്പെട്ട ഭർത്താവിന്റെ വിരലുകളിലേക്ക് തന്റെ വിരലുകളെ ചേർത്ത് പിടിച്ച് അർത്ഥഗർഭമായ 1000 വാചാരതയുടെ ശക്തിയുള്ള മൗനത്തോട് ഹബീബായ നബിയുടെ വിരളത്തിലേക്ക് മുറുകെ പിടിച്ചു. ഇല്ല നബിയെ, വിഷമിക്കണ്ട. എന്റെ ഉപ്പയോട് ഞാൻ പറഞ്ഞതല്ല. നമ്മുടെ പട്ടിണി നമ്മുടെ ഉപ്പ കണ്ണെന്ന് നോത്തിട്ട് അങ്ങെന്തിനാ വിഷമിക്കുന്നത്? ഹഫ്സയ്ക്ക് പരാതിയില്ലല്ലോ യാ റസൂലല്ലാഹ്. അങ്ങയുടെ കൂടെ ഒരു മാസം പട്ടിണി കിടന്നിട്ടും ഹഫ്സയ്ക്ക് പരാതിയില്ലല്ലോ നബിയേ. ഭക്ഷണമല്ലേ ദാരിദ്ര്യമുള്ളൂ, അങ്ങ് സ്നേഹം വാരിക്കോരി തന്നിട്ടുണ്ടല്ലോ നബിയേ. തന്റെ പ്രിയപ്പെട്ട ഭർത്താവിന്റെ വിരല് പിടിച്ചു മുറുക്കിയിട്ട് ചേർന്ന് നിൽക്കുമ്പോ ഉമർ റളിയല്ലാഹു തആല അൻഹു ആ പാതി മുറിഞ്ഞ റൊട്ടി കഷണം എടുത്ത് അല്ലാഹുവിന്റെ റസൂലിന്റെ മുഖത്തിന്റെ നേരെ നോക്കിയിട്ട് ചോദിച്ചു, യാ റസൂലല്ലാഹ്, എന്തേ ഉമറേ, കിസ്റയുടെയും കൈസറിന്റെയും കൊട്ടാരത്തിൽ പോയി ഉമർ ഭക്ഷണം കഴിച്ചിട്ടുണ്ട്. അവര് ഭക്ഷണം കഴിച്ചിട്ട് ബാക്കി ഭാഗങ്ങളും നദിയിലേക്ക് വലിച്ചെറിയുമ്പോ അല്ലാഹുവിന്റെ ഹബീബായ അങ്ങ് ഇവിടെ പട്ടിണി കിടക്കുന്നു. യാ റസൂലല്ലാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലമ അല്ലാഹുവിന്റെ റസൂലിനോട് പരാതി പറഞ്ഞപ്പോ തന്റെ പ്രിയപ്പെട്ട ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കലേക്ക് നടന്നു വന്ന് ഉമറിന്റെ ഇരു ചുമലുകളിലേക്ക് തന്റെ ഇരുകരങ്ങൾ എടുത്തു വെച്ച് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉമർ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞ ഒരു മറുപടി എന്റെ പ്രിയപ്പെട്ട സദസ്സിനെ ഞാൻ കൈമാറട്ടെയോ? ഉമറേ, നീ പറഞ്ഞത് ശരിയാ, നീ പറഞ്ഞത് ശരിയാണ്. കിസ്റയും കൈസറും ഭക്ഷണം കഴിച്ചിട്ട് അവശിഷ്ടങ്ങൾ വലിച്ചെറിയുമ്പോ അല്ലാഹു നമുക്ക് പട്ടിണിയാണ് തന്നെങ്കിൽ ഉമറേ, നീ എന്തിനാണ് വിഷമിക്കുന്നത്? അമാ തറലാ ബി അന്ന ലഹുമുദ് ദുനിയാ വലനൽ ആഖിറ. ഉമറേ, അല്ലാഹു അവർക്ക് ദുനിയാവിന്റെ സുഖമാണ് കൊടുത്തത്. വലനൽ ആഖിറ, അല്ലാഹു നമുക്ക് ആഖിറമല്ലേ തന്നത്? അല്ലാഹു നമുക്ക് സ്വർഗമല്ലേ തന്നത്? അല്ലാഹു നമുക്ക് സ്വർഗത്തിന്റെ ഭക്ഷണമല്ലേ തന്നത്? സ്വർഗത്തിന്റെ ആനന്ദമല്ലേ തന്നത്? സഹോദരാ, മാസങ്ങളോളം പട്ടിണി കിടക്കേണ്ടി വരുമ്പോഴും തന്റെ ഭാര്യമാര് കെട്ടിപ്പിടിച്ചിട്ട് കരയുമ്പോഴും ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്ന ഭർത്താവ് അവരെ കൈകൊണ്ട് തടകിയിട്ട് ആശ്വസിപ്പിച്ചത് എന്തെന്നറിയോ?
ആയിഷ വിഷമിക്കണ്ട മോളെ, ഈ പട്ടിണിയും ദാരിദ്ര്യവും മാറും. അല്ലാഹു നമുക്ക് സ്വർഗം തരണ്ട മോളെ. ആ സ്വർഗത്തിന് ഭാര്യ ഭർത്താക്കന്മാരായി ഒരുമിച്ച് കൂടണ്ടേ? അതുകൊണ്ടാണ് സഹോദരി, ഈ ദുനിയാവിന്റെ ആഡംബരങ്ങളിലല്ല എന്റെ പ്രിയപ്പെട്ട ഭർത്താവുമായിട്ട് ഞാൻ അവരും അവരുടെ ഭാര്യമാരും സ്വർഗത്തിന്റെ സ്വർണ്ണക്കട്ടിലിൽ ചാരിയിരിക്കുമെന്നല്ലേ. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. എന്റെ 26ാമത്തെ വയസ്സിൽ എന്റെ കൈ പിടിച്ചു കൂടെ വന്ന എന്റെ ഭാര്യ, എന്റെ 3 മക്കളെ എനിക്ക് പ്രസവിച്ചു തന്ന എന്റെ ഭാര്യ, എനിക്ക് ഭക്ഷണം വിളമ്പി കാത്തിരുന്ന എന്റെ ഭാര്യ, എന്റെ കൊടും ദാരിദ്ര്യത്തിലും അല്ലാഹു തന്ന അനുഗ്രഹത്തിലും എനിക്ക് താങ്ങായി തണലായി നിന്ന എന്റെ ഭാര്യ, ഞാൻ വരുന്നതിനും കാത്ത് രാത്രി യാത്ര പുറപ്പെട്ടാൽ രാവിലെ മുഖമൊന്നു വാതിൽപ്പടിയിൽ കാണുന്നത് വരെ എവിടെ എത്തി എന്ന് ഇടയ്ക്കിടയ്ക്ക് അലാറം വിളിച്ചു ചോദിക്കുന്ന എന്റെ ഭാര്യ, നിങ്ങളുടെ ഭാര്യ, നിങ്ങളൊരു യാത്ര ചെയ്താൽ എവിടെ എത്തി എന്ന് ചോദിച്ച ഭാര്യ, ഒരു കൈ പിടിച്ചു തന്നിട്ട് നമ്മുടെ ജീവിതത്തിലേക്ക് ഒരുമിച്ച് കൂടിയ നമ്മുടെ ഭാര്യ, എന്തിനാണ് സഹോദര ഈ പിണക്കം? എന്തിനാണ് ഈ വൈരാഗ്യം? എന്തിനാണ് ഈ മത്സരം? അവസാനം മരിച്ചിട്ട് പള്ളിക്കാട്ടിൽ കൊണ്ടുപോയി കുഴിച്ചിട്ടപ്പോ ഭർത്താവിന്റെ കബറിന്റെ മുകളിൽ പിടിമണ്ണ് വാരിയിട്ടിട്ട് ഭാര്യ കരയുന്നില്ലേ? എന്റെ ഭർത്താവ് പോയല്ലോ, എന്നെ ഒറ്റക്കാക്കി പോയല്ലോ, എന്നെ വിളിക്കാറ് നിങ്ങൾ പോയതെന്താ? നമ്മുടെ കൂടെ ഒരു അർദ്ധപ്രാണനായി നിന്റെ ഭാര്യ. ഇംഗ്ലീഷുകാര് ഭാര്യക്ക് പറയുന്നത് ബെറ്റർ ഹാഫ്, നല്ല പാതി എന്നാണ്. എന്റെ ജീവിതത്തിന്റെ നല്ല പാതിയായി എന്റെ കൂടെ നിന്ന് എന്റെ പ്രിയപ്പെട്ടവളെ 6 അടി മണ്ണിലേക്ക് മണ്ണിട്ട് മൂടിയിട്ട് പ്രാണപ്രേയസിയുടെ മൺകുടീരത്തിന്റെ മുകളിലിരുന്ന് കരഞ്ഞുപോയ ലൈലയും മജ്നൂനെയും പോലെയല്ല ഇത്. പ്രണയത്തിന്റെ കാവ്യമല്ല. ഞാനിനി എന്നാണ് പ്രിയപ്പെട്ടവളെ നിന്നെ കണ്ടുമുട്ടുക എന്ന് ചോദിക്കുമ്പോ ഖുർആൻ നമ്മോട് പറയുന്ന മറുപടി, നാളെ പരലോകത്ത് പടച്ചറപ്പിന്റെ മുമ്പിൽ പോകുമ്പോ അവരും അവരുടെ ഭാര്യമാരും നാളെ സ്വർഗത്തിന്റെ സ്വർണ്ണക്കട്ടിലിൽ ചാരിയിരിക്കുമത്രേ. അവർക്ക് അല്ലാഹു ഇഷ്ടപ്പെട്ട ഭക്ഷണ പദാർത്ഥങ്ങൾ മുമ്പിൽ വെച്ച് കൊടുക്കുമത്രേ. അല്ലാഹുവേ നീ ഞങ്ങൾക്ക് അതിന് തൗഫീഖ് നൽകണേ അല്ലാ. ആമീൻ പറയുന്ന അല്ലാഹുവേ ഞങ്ങൾക്ക് അതിന് തൗഫീഖ് നൽകണേ അല്ലാ. പടച്ചവനെ റബ്ബേ, അല്ലാഹുവേ നീ ഖൈർ നൽകണേ തമ്പുരാനെ. അല്ലാഹുവേ നീ ഞങ്ങൾക്ക് ഖൈർ നൽകണേ തമ്പുരാനെ. അല്ലാഹുവേ, അതുകൊണ്ടാണ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞത്, രാത്രിയിലെ ഹബീബായ നബി തങ്ങളുടെ വീട്ടിന്റെ ഭാഗത്തൂടെ ഞാൻ വരുമ്പോ ഞാൻ അവിടേക്ക് നോക്കുമ്പോ അല്ലാഹുവിന്റെ റസൂലും ഭാര്യമാരും കാൽമുട്ടുകൾ വയറ്റിലേക്ക് വളച്ചു വെച്ചിട്ട് കൊഞ്ചു ചുരുണ്ട് കിടക്കുന്നത് പോലെയാണ് കിടക്കാറ്. എന്തേ ഇബ്നു അബ്ബാസ്, എങ്ങനെയാണ് അവരെ കിടക്കാതിരിക്കുക? വലാ തജിദിന ലഹും അശാ, അവര് രാത്രിയിൽ ഭക്ഷണം കഴിച്ചിട്ട് എത്രയോ മാസങ്ങളായി. സഹോദരി, പാതിരാ സമയത്ത് കിടക്കാൻ നേരത്തെ അവര് മാസങ്ങളായി ഭക്ഷണം കഴിച്ചിട്ടില്ല. എന്നിട്ടും അവര് കൊഞ്ചു ചുരുണ്ട് കിടക്കുന്നത് പോലെ കിടന്നിട്ടും അവരുടെ സ്നേഹത്തിനൊരു പ്രയാസമുണ്ടായില്ലല്ലോ. ആ മദീനയിൽ അവരെങ്ങനെയാണ് കിടന്നത്? അല്ലാഹു മദീന കാണാൻ തൗഫീഖ് നൽകട്ടെ. ആ മദീനയിൽ എത്ര ചരിത്രങ്ങൾ ഇപ്പോഴും മസ്ജിദ് നബവിയുടെ ഓരോ ഭാഗത്ത് മസ്ജിദ് നബവിയുടെ ഉള്ളിലേക്ക് ചെന്നാൽ എഴുതി വെച്ചിട്ടുണ്ട്, ഇവിടെയാണ് ആയിഷ ബീവി ജീവിച്ചത്, അവിടെയാണ് അവർ ചുരുണ്ടുകൂടി കിടന്നത്. മദീനത്തെ പള്ളിയിലൂടെ നടന്നു പോകുമ്പോ ഇപ്പോഴും എഴുതിയിട്ടുണ്ട്, ഇതാണ് മിഹ്റാബ് ആയിഷ, ഇവിടെയാണ് ആയിഷ ബീവി നിസ്കരിച്ചത്.
അതിന്റെ അടുത്ത് തന്നെയാണ് അവർ പട്ടിണി കാരണത്താൽ ചുരുണ്ടുകൂടി കിടന്നത്. ഇൻഷാ അല്ലാഹു മദീനയിലെത്തിക്കട്ടെ. ഇൻഷാ അല്ലാഹു തൗഫീഖ് ചെയ്താൽ ഈ വരുന്ന ഏപ്രിൽ 1 മുതൽ 10 വരെയുള്ള തീയതികളിൽ നമ്മുടെ ഫ്ലൈ ഹിന്ദ് ട്രാവൽസിന്റെ നേതൃത്വത്തിൽ വിനീതന്റെ നേതൃത്വത്തിൽ ഒരു ഉംറ ഗ്രൂപ്പ് പോകുന്നുണ്ട്. വരുന്ന സഹോദരങ്ങളെ, നമുക്ക് മദീനയുടെ ചരിത്രം പഠിക്കാം. അവിടെ വെച്ച് ഹബീബായ നബി തങ്ങളുടെ കുടുംബത്തിന്റെ കഥ പറയാ. തങ്ങളെ പൈസയില്ലേ 2 വളവിച്ചിട്ടാണെങ്കിലും ഹബീബായ മുത്തുനബിയും ഭാര്യമാരും ത്യാഗം സഹിച്ച മണ്ണിൽ പോകണം. അവിടെ വെച്ചിട്ട് പറയണം, അല്ലാഹുവേ ഇനി എന്റെ വീടും മദീനയിലെ വീട് പോലെയാവണം. അല്ലാഹുവേ അല്ലാഹുവേ നീ സ്വീകരിക്കണേ അല്ലാ. ഒരു നേരം ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ വേണ്ട, 3 നേരം പട്ടിണി കിടന്നാലും പ്രശ്നമില്ല. എന്റെ ഭർത്താവിന് എന്നോടൊരൽപ്പം സ്നേഹമുണ്ടായാൽ മതി. സഹോദരാ സഹോദരാ, ഈ കുടുംബ ജീവിതത്തിന്റെ താളത്തിലൂടെ നടന്നു പോവുക. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ പറയ്. അല്ലാഹു നമ്മുടെ ഭാര്യമാരെ നല്ല ഭാര്യമാരാക്കി തരുമാറാകട്ടെ. നമ്മളെ നല്ല ഭർത്താക്കന്മാരും ആക്കട്ടെ. നല്ല ഭാര്യയാകാൻ ഒരു വഴി ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ ചെയ്യുവോ? നിങ്ങളുടെ ഭാര്യമാര് നല്ല സ്നേഹമുള്ള, നിങ്ങളോട് നല്ല ഇഷ്ടമുള്ള, നല്ല സ്നേഹമുള്ള നല്ല മക്കളാവാൻ ഞാനൊരു മരുന്ന് പറഞ്ഞുതരാം. നിങ്ങൾ ചെയ്യുവോ? ഇതെന്നിട്ട് മനുഷ്യന്മാരാ പടച്ചവരാണ്. ചെയ്യാന്നുള്ളവരൊക്കെ ചെയ്യാന്നല്ല, ഇൻഷാ അല്ലാഹ് ഞങ്ങൾ ചെയ്യാന്ന് പറയും. കൗൺസിലിങ്ങിനൊക്കെ പോയി എത്ര മുടക്കണോന്നറിയോ? ധനനഷ്ടം മാനഹാനി എന്നാണ്, രണ്ടും ഉണ്ടാവും. ഞാൻ ഒരു മരുന്ന് പറഞ്ഞുതരാൻ. നിങ്ങൾ ചെയ്യുവോ? ഓ, ചെയ്യൂന്ന് ഉറപ്പുള്ളവരൊക്കെ ഒന്ന് കൈ പൊക്കി നോക്കട്ടെ. കൈയുള്ളവരൊക്കെ പൊക്കി. കൈപൊക്ക മനുഷ്യന്മാരെ, കൈയുള്ളവരൊന്ന് പൊക്കി, നന്നായിട്ട് പൊക്ക്. 2 കൈ പൊക്ക്. എല്ലാരും റെഡിയാണ്. താഴ്ത്തിയിടി. ചുമ്മായാണോ ഇത്തിരി ഇരുന്നിട്ടൊന്ന് മുഷിഞ്ഞപ്പോ ഒന്ന് പ്രശ്നാവാൻ വേണ്ടി കൈ പൊക്കിച്ചല്ല, വേറൊന്നുമില്ല. അതിന്റെ പുറകെ വേറെ കുട്ടൻസ് ഒന്നുമില്ല. അള്ളാഹു സ്വീകരിക്കട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുമാറാകട്ടെ. ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു നമ്മുടെ ഭാര്യമാരെ നല്ല ഭാര്യമാരാക്കി തരട്ടെ. ആമീൻ പറയും മനുഷ്യന്മാരെ. പിന്നെ ഇണക്കവും പിണക്കവും ഒക്കെ എല്ലായിടത്തും ഉണ്ടാവും. അതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കാനുള്ള സമയം സന്ദർഭമല്ല. പിണക്കെല്ലായിടത്തുണ്ടാവും, ഇല്ലാത്ത സ്ഥലമില്ല. ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ, ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹജ്ജിന് പോയി. മക്കയും മദീനയ്ക്ക് ചരിത്രം ഇൻഷാല്ലാഹ് ഏപ്രിൽ 1 മുതൽ 10 വരെ നമ്മുടെ നൗഫൽ മോണ്ടി സിസി നൗഫൽ എന്തേ രണ്ടുപേരും ഇല്ലേ, അവിടെ ബന്ധപ്പെട്ടാൽ മതി. എന്റെ കൂടെ ഞാൻ എന്റെ നേതൃത്വത്തിൽ ഒരു ഉംറ സംഘം പോയി. കഴിഞ്ഞ പ്രാവശ്യം 800 പേര് ഞങ്ങൾ പോയിരുന്നു. അവരെയൊക്കെ മദീന ഇരുത്തി കഥ പറഞ്ഞ് കരയിപ്പിച്ചു. ഒത്തിരി പെണ്ണുങ്ങൾ നന്നായി അതോടെ. അവിടെ ഇരുത്തിയിട്ട് പറയുമ്പോഴേ അതിനൊരു മാനസിക ബന്ധമുണ്ട്. ഞാൻ മദീന ഇരുത്തിയിട്ട് പെണ്ണുങ്ങളെ മുഴുവൻ ഇരുത്തിയിട്ട് ഭാര്യ ഭർത്തൃ ബന്ധം പറഞ്ഞ് കരയിപ്പിച്ച് ഒത്തിരി പെണ്ണുങ്ങൾ തന്നെ പൊന്നു ഉസ്താദ് ഇനി എന്റെ ഭർത്താവിനോട് ഞാൻ പിണങ്ങൂല. കാരണം അത്രമേൽ മധുരമാണ് മദീന. അല്ലാഹു സ്വീകരിക്കും. അല്ലാഹു സ്വീകരിക്കട്ടെ. ആമീൻ പറയ്. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ ഭാര്യമാരോടൊത്ത് മടിയിൽ തലവെച്ച് കറക്കാറുണ്ടായിരുന്നു നബി മുഹമ്മദ് മുസ്തഫ. ഇത്രയേറെ തിരക്കുള്ളപ്പോൾ ഇന്നലെ എനിക്ക് ഭയങ്കര തിരക്കാണ്, വീട്ടിൽ പോകാൻ സമയമില്ല. തന്റെ ഭാര്യ ആയിഷ റളിയല്ലാഹു അൻഹയുടെ മടിയിൽ തലവെച്ച് കിടക്കുമായിരുന്നു നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. മദീനയിൽ ഇപ്പോഴും ഒരു പള്ളിയുണ്ട്. ആ പള്ളിയുടെ പേര് മസ്ജിദ് സബഖ് എന്നാണ്. മത്സരം നടന്ന പള്ളി. എന്ത് മത്സരം? ഭാര്യയും ഭർത്താവും കൂടെ ഓട്ട മത്സരം നടത്തി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ ബീവിയും കൂടെ ഓടി. ആദ്യത്തെ പ്രാവശ്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തോറ്റു, ആയിഷ ബീവി ജയിച്ചു. മുബ്രാദിക്ക് വലിയ സന്തോഷമായി. പിന്നീട് മഹദി പറയാണ്, എനിക്ക് ഇറച്ചിയൊക്കെ കൂടി. എന്തൊരു പ്രയോഗമാണ്! എനിക്ക് കുറച്ച് ഇറച്ചിക്ക് തൂക്കം കൂടി, വണ്ണം വെച്ചു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നോട് പറഞ്ഞു, ആയിഷ ഒന്നുകൂടി ഓടാൻ വാ.
അത് നോക്കിയിരുന്നു. തടി കൂടിയപ്പോ വിളിച്ചു, ഓടി. ആയിഷ ബീവി തോറ്റുപോയി. തടി കൂടി പോടാൻ പറ്റിയില്ല, തോറ്റുപോയി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിജയിച്ചു. ആ സ്ഥലത്ത് ഇപ്പോഴൊരു പള്ളിയുണ്ട്, മസ്ജിദ് സബക്. ഭാര്യയും ഭർത്താവും തമ്മിൽ മത്സരം നടന്ന പള്ളി. ഭാര്യ ഭർത്തൃ ബന്ധം എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ്. ഈ ഗൾഫിൽ നിന്ന് വന്ന ആകെ 2 മാസത്തെ ലീവിന് വരും. വരുന്ന സമയത്ത് ഈ ഗൾഫുകാരുടെ പ്രശ്നം എന്താ അറിയോ? പാവങ്ങളാണ് സാധുക്കള്. അവിടെ നിന്ന് കൊടുത്തു വിട്ട് ടാങ്കിനിടുകയും ഇവിടെ കൊടുത്തു തീരുമ്പോ ലീവ്, പിന്നെ തിരിച്ചിവിടെ നിന്ന് അങ്ങോട്ട് പോകും. ആകെ ഈ ഗൾഫുകാരെന്ന് പറഞ്ഞാൽ തന്നെ ജീവിതത്തിൽ അത്തറിന്റെ മണമുള്ളൂ. ഇങ്ങോട്ട് വരുമ്പോ കയ്യിലൊരു പെട്ടി ഉണ്ടാവും, അങ്ങോട്ട് പോകുമ്പോ വീട്ടിൽ ഒരു കുട്ടി ഉണ്ടാവും. ഇതിനപ്പുറത്തേക്ക് ജീവിതത്തിൽ അവനൊന്നും ബാക്കി ഉണ്ടാവും. ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ബന്ധം എങ്ങനെ വെച്ചാൽ ഇനി ഒരിക്കൽ നമുക്ക് സമയം കിട്ടുമ്പോൾ അത് വളരെ വിശാലമായിട്ട് പറയാം. വേറെ കാരണവശാൽ നല്ല വിശാലമായിട്ട് ഇനി അടുത്തവിടെയും വരുമ്പോൾ നമുക്ക് പറയാം. അത്രമേൽ പ്രവിദ്ധമായിരുന്നു. ഇപ്പൊ രാവിലെ കൂട്ടുകാരൻ എന്നോട് പറഞ്ഞു, ഉസ്താദ് എന്റെ ഭാര്യ എന്നിട്ടും പെട്ടുപോയി. ചില ഭർത്താക്കന്മാര് പറയും, എന്റെ ഭാര്യയോട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഉസ്താദ്, പക്ഷെ വെളി കാണിക്കില്ല. വെളി കാണിക്കാതെ ആർക്ക് വേണം? ഞാൻ വെളി കാണിക്കാറില്ല. വെളി കാണിക്കണമെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ ബീവിയുടെ മടിയിൽ തലവെച്ച് കിടക്കുകയായിരുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. നമ്മുടെ ഭാര്യക്ക് മറ്റൊന്നിനെ കുറിച്ച് ചിന്തിക്കാനുള്ള അവസരം നമ്മൾ കൊടുത്തു. അവസരം വന്ന കൈവിട്ടു പോകും. ഇന്നതാണ് ലോകം. പണ്ടൊരു ദുബായ് കത്തുപാട്ടുണ്ടല്ലോ, ദുബായ് കത്തുപാട്ടിൽ പറഞ്ഞിട്ടല്ലോ, എന്താ പറയാ, പണ്ടത്തെ പ്രവാസികൾ. ഇപ്പൊ പിന്നെ കത്തൊന്നുമില്ല, അതുകൊണ്ട് തന്നെ പ്രണയമില്ല. പണ്ടത്തെ കത്തെന്ന് പറഞ്ഞാല് കത്ത് വരുന്നതും കാത്തിരിക്കുക, ഉത്കണ്ഠയോടെ കാത്തിരിക്കുക, പൊട്ടിച്ചു വായിക്കുക. നിനക്ക് സുഖമാണോ? എനിക്ക് സുഖമാണ്. ആ വരികളിൽ പ്രണയമുണ്ട്. അവസാന കത്ത് പൊട്ടിച്ചിട്ട് തലേണയുടെ അടി വെക്കുക, പിറ്റേ ദിവസം വൈകുന്നേരം വീണ്ടും വായിക്കുക. വായിച്ച കത്ത് തന്നെ വീണ്ടും വീണ്ടും ആവർത്തിച്ച് വായിക്കുമ്പോ ഭാര്യയുടെയും ഭർത്താവിന്റെയും ഇടയിൽ എന്തെന്നില്ലാത്ത സ്നേഹം ഇങ്ങനെ ലൈവായിട്ട് നിൽക്കാൻ. ഞാൻ പറയാം, ഒരു മിനിറ്റ്. ഇപ്പൊ ഒരു നല്ല മൂർധന്യാവസ്ഥ നിൽക്കുകയാണ്. ഇപ്പൊ പറഞ്ഞ പൈസ കിട്ടൂല. അള്ളാഹു സ്വീകരിക്കട്ടെ. ആ ഒരു കത്ത്, പഴയ ഒരു ദുബായ് കത്തുപാട്ടുണ്ട്. എന്താണ്? ഫൈസൽ സാഹിബിന് അറിയാലോ. അത് തന്നെ. പെണ്ണിന്റെ ആവശ്യം മാപ്പിളപ്പാട്ടിന് ഒരു എൻസൈക്ലോപീഡിയാണ്. അള്ളാഹു ആഫിയത്തും ആരോഗ്യം കൊടുക്കട്ടെ. ഇതിന്റെ പ്രവർത്തകനും ഇതിനു വേണ്ടി കർമ്മോത്സുകനായ അദ്ദേഹത്തിന്റെ പിതാവ് അള്ളാഹു ആഫിയത്തും ആരോഗ്യമുള്ളതിന് കൈസ് കൊടുക്കട്ടെ. എനിക്ക് വലിയ ഇഷ്ടമാണ്. ഞാൻ അങ്ങനെ പ്രസംഗിക്കൂല, എല്ലാത്തിനോടും ഒരു അന്ധമായ വിരോധം എനിക്കില്ല. പക്ഷെ അധർമ്മത്തെ കണ്ടാൽ കൃത്യമായി പറഞ്ഞിരിക്കും എന്നതിനപ്പുറം അദ്ദേഹത്തിന്റെ ഒക്കെ വാക്കുകളും ചില ചരിത്ര പഠനങ്ങളൊക്കെ ഞാൻ കൗതുകത്തോടെ കേട്ടിട്ടുണ്ട്. ചില വിഷയങ്ങളൊക്കെ തയ്യാറാക്കുക. പെണ്ണിന്റെ ആവശ്യം അറിയാത്തൊരു ഭർത്താവ് പൊണ്ണൻ, അവനാണ് അവളുടെ തെറ്റിന്റെ കർത്താവ്. അവസരമാണ് ആവശ്യത്തിന്റെ മാതാവ്. കറക്റ്റാണ്. അവസരമാണ് ആവശ്യത്തിന്റെ മാതാവ്. അവസരം കൊടുക്കരുത്, അവസരമുണ്ടാക്കരുത്. നിന്റെ ഭാര്യയ്ക്ക് മറ്റൊരാളുടെ സ്നേഹത്തെ കുറിച്ച് ചിന്തിക്കേണ്ട അവസരം നീ ഉണ്ടാക്കരുത്. ജീവിതം എന്നാൽ സ്നേഹിക്കാനുള്ളതാണ്. എത്രത്തോളം സ്നേഹം പ്രകടിപ്പിക്കാൻ കഴിയുമോ ഭാര്യ ഭർത്താക്കന്മാര് തമ്മിൽ അത്രമേൽ സ്നേഹം പ്രകടിപ്പിക്കുക. അവരുടെ ഇടയിലേക്ക് അനാവശ്യത്തിന്റെ അവസരങ്ങൾ നിങ്ങൾ ചേർത്ത് വെക്കരുത്. എന്റെ ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പിണക്കമുണ്ടാകെ സഹോദരങ്ങളെ ഇല്ലാത്ത സ്ഥലങ്ങളില്ല. മനുഷ്യനല്ലേ, വ്യത്യസ്ത സ്വഭാവങ്ങളല്ലേ, പിണക്കമില്ലാത്ത വീടുകളില്ല. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ 9 ഭാര്യമാരുമായിട്ടാണ് ഹജ്ജിന് പോയത്. ഹജ്ജിന് പോയപ്പോ 9 ഭാര്യമാരുണ്ട് കൂടെ. ഹജ്ജ് കഴിഞ്ഞ് തിരിച്ചു വരികയാണ്. നമ്മൾ ഒരു ഭാര്യ കൊണ്ട് ഹജ്ജിന് പോയ അനുഭവിച്ചു. 9 ഭാര്യമാരായിട്ടാണ് ഹജ്ജിന് പോയത്. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഉംറയ്ക്ക് നമ്മുടെ സത്താറാജിയൊക്കെ ഉണ്ട്. ഞങ്ങളുടെ കെട്ടിടത്തിന്റെ മുകളിൽ ഒരു പാവപ്പെട്ട ഒരു അമീർ ഉണ്ടായിരുന്നു. ഒരു പട്ടാളക്കാരനാണ് അദ്ദേഹം. 2 ഭാര്യമാരുമായിട്ട് ഹജ്ജിന് വന്നു. പെട്ടു. അവിടെ വന്ന് 2 ഭാര്യമാരും തമ്മിൽ അടിയായി. അപ്പൊ അമീർ പറഞ്ഞു, നമ്മുടെ കബീർ ബാക്കവി ഉസ്താദ് താഴെയുണ്ട്, ഉസ്താദ് ദുആയൊക്കെ ചെയ്യുന്ന ആളല്ലേ, നമുക്ക് ഉസ്താദിനോട് ചോദിച്ചു പരിഹാരം ചോദിക്കാം. അയാളെ വിളിച്ച് എന്റെ അടുക്കൽ വന്നു. എന്നോട് തന്നെ, പൊന്നുസ്താദ്, ഞാൻ അതിർത്തിയിൽ 30 വർഷം അതിർത്തി കാത്ത പട്ടാളക്കാരനാണ്. പക്ഷെ ഞാൻ തോറ്റുപോയത് 2 പെണ്ണ് കിട്ടി. ഈ 2ന്റെ ഇടയിൽ ഞാൻ തോറ്റു. ഞാൻ തമാശ പറയല്ല, ഞാൻ തമാശ അങ്ങനെ പറയാറില്ല. എന്റെ പൊന്നുസ്താദ്, ഇത് 2ഉം കൂടെ ഒന്ന് യോജിക്കാൻ എന്തെങ്കിലും ഒരു മരുന്നുണ്ടെ പറയും, ഞാൻ എന്ത് വേണേലും തരാം. ഞാൻ എന്നെ പൊന്നാന ഹബീബെ, ഈ 2 പെണ്ണുങ്ങൾ ഇങ്ങനെ ഒന്നിച്ചാവാൻ ഒറ്റ മരുന്നേ ഉള്ളൂ. ഏത് സലാത്ത ഉസ്താദ്? സലാത്തൊന്നുമല്ല, നിങ്ങൾ 3ാമത് ഒന്നുകൂടി കെട്ടുക.
അപ്പൊ അതിനെതിരെ ഈ രണ്ടും ഒന്നാവും. അതപ്പോഴും വേറെ വെട്ടി, അല്ലാതെ വേറൊരു മരുന്ന് ഇതിനില്ല. രണ്ടുപേരെ കൊണ്ട് നിങ്ങൾ കേട്ടോളി. കുടുംബ ബന്ധം ഇതൊരു 10 മണിക്കൂർ പറഞ്ഞ തീരാത്ത വിഷയമാണ്. 9 ഭാര്യമാരുമായി പോയി അവസാന ഹജ്ജ് കഴിഞ്ഞ് തിരിക്കുകയാണ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഭാര്യമാരും. ഹജ്ജ് കഴിഞ്ഞ് തിരിച്ചപ്പോ ആയിഷ ബീവിയുടെ ഒട്ടകം നല്ല ശക്തിയുള്ള ഒട്ടകമാണ്. പക്ഷെ ആയിഷ ബീവിക്ക് ലഗേജ് കുറവാണ്. മഹദിയായ സഫിയ റളിയല്ലാഹു അൻഹ ഒട്ടകം വളരെ ദുർബലമായ ഒട്ടകമാണ്. പക്ഷേ സഫിയ ബീവിക്ക് ലഗേജ് കൂടുതലാണ്. ആയിഷ ബീവിയുടെ ഒട്ടകം നല്ല ഒട്ടകമാണ്, പക്ഷെ ലഗേജ് കുറവാണ്. സഫിയ ബീവിയുടെ ഒട്ടകം ദുർബലമാണ്, ലഗേജ് കൂടുതലാണ്. സഫിയ ബീവി ഒന്ന് പരാതി പറഞ്ഞു, നബിയെ എന്റെ ഈ ലഗേജും വെച്ച് എന്റെ ഒട്ടകം നടക്കില്ല. അപ്പൊ നബി തങ്ങള് ആയിഷ ബീവിയെ വിളിച്ചിട്ട് പറഞ്ഞ, ആയിഷ നിന്റെ ഒട്ടകത്തിന്റെ മുകളിലേക്ക് സഫിയയുടെ ലഗേജ് കൂടി എടുത്തു വെക്കണം. നബി തങ്ങള് തീർപ്പ് കൽപ്പിച്ചു. ഉംറ കഴിഞ്ഞ് വരിക, 2 ഭാര്യമാരുണ്ട്. ഒരു ഭാര്യയ്ക്ക് ലഗേജ് ഇല്ല, മറ്റേന് കൂടുതലാണ്. ഈത്തപ്പഴം സംസം എല്ലാം കൂടെ ഇതിനെടുത്ത് മറ്റേന്റെ മണ്ടയിലോട്ട് വെച്ചുണ്ടാവുന്ന അവസ്ഥ എന്താ? ഇത് തന്നെ ഹബീബായ മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആയിഷ ബീവി റളിയല്ലാഹു അൻഹയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല. ആയിഷ ബീവി അനിഷ്ടം പ്രകടിപ്പിച്ചുവത്രേ. അവസാനം ചോദിച്ചുവത്രേ, ആ ജൂതന്റെ പെണ്ണ് ഞങ്ങളുടെ മേൽ അധികാരം പ്രയോഗിക്കാറായോ? ഒരു ചോദ്യം. ആ ജൂത പെണ്ണ് സഫിയ ബീവിയുടെ ഉപ്പ ജൂതനാണ്, പിന്നീട് മുസ്ലിമായി കല്യാണം കഴിച്ചതാണ്. ആയിഷ ബീവി ചോദിച്ചു, ആ ജൂതന്റെ പെണ്ണ് തറവാടികളായ ഞങ്ങളുടെ മേൽ അധികാരം കാണിക്കുന്നു, അവളുടെ ലഗേജ് ഞാൻ ചുമക്കണമെന്നോ? നിങ്ങളോട് ചോദിച്ചു, ആ ജൂത പെണ്ണ് നമ്മുടെ മേൽ അധികാരം പ്രയോഗിക്കുക, അവളുടെ ലഗേജ് ഞാൻ ചുമക്കാനോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വല്ലാത്ത വിഷമവൃത്തത്തിലായി. അവര് രണ്ടുപേരും തമ്മിൽ പിണങ്ങി. ആര് തമ്മില്? ഈ ഒരു വാക്കിന്റെ പേരിൽ രണ്ടുപേരും തമ്മിൽ പിണങ്ങി. എവിടെ? എയർപോർട്ടിൽ വെച്ചെന്ന് കരുതുക. ഹജ്ജ് കഴിഞ്ഞ് തിരിച്ചു വരുന്ന വേളയിൽ രണ്ടുപേരും ഈ വാക്കിന്റെ മേൽ പിണങ്ങി. അവസാനം രണ്ടുപേരും വീട്ടിലെത്തി. ആ പിണക്കം കുറെ നേരം നീണ്ടുപോയപ്പോ അല്ലാഹുവിന്റെ റസൂൽ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെ മധ്യസ്ഥനാക്കി വിളിച്ചു. ആയിഷ റളിയല്ലാഹു അൻഹയുടെ ഉപ്പ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെ മധ്യസ്ഥനാക്കി വിളിച്ചു. അബൂബക്കർ റളിയല്ലാഹു തആല വീട്ടിൽ വന്നു. വന്നപ്പോ ആയിഷ റളിയല്ലാഹു എന്നോടല്ലാണ്ട് റസൂൽ ചോദിച്ചു, ആയിഷ ആദ്യം നീ പരാതി പറയുന്നുവോ അതല്ല ഞാൻ പറയണോ? ആയിഷ ഉടനെ മറുപടി, ആദ്യം നിങ്ങൾ പറഞ്ഞു, എനിക്കൊരൽപ്പം കൂടുതൽ നിങ്ങളെ കുറിച്ച് പറയാനുണ്ട്. ആയിഷ ബീവി നല്ല കലിപ്പിലാണ്. അള്ളാന്റെ റസൂൽ ചോദിച്ചു, ആയിഷ ബീവിയുടെ വാപ്പയാണ് മധ്യസ്ഥൻ. വാപ്പാനെ വിളിച്ചു വരാൻ പറഞ്ഞു. മോള് ഇച്ചിരി ശരിയല്ല, വരാൻ പറഞ്ഞു. നാക്കിന് ഇച്ചിരി നീളം കൂടുതല, വാ. വിളിച്ചു. വന്നപ്പോ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ആയിഷ നീ ആദ്യം തുടങ്ങണോ അതോ ഞാൻ തുടങ്ങണോ? അടുക്കളയിൽ നിന്ന് മറുപടി പറഞ്ഞു, നിങ്ങൾ പറഞ്ഞോളി, എനിക്ക് ഇച്ചിരി കൂടുതൽ നിങ്ങളെ കുറിച്ച് പറയാനുണ്ട്. നമ്മൾ പറയല്ലേ, നിങ്ങൾ പറഞ്ഞു തീർക്ക്, എന്നിട്ട് വേണം എനിക്ക് കുറച്ച് പറയാൻ. നിങ്ങൾ ഇങ്ങനെ എല്ലാവരുടെ മുമ്പിലും വലിയ ആളായിട്ട് അടക്കല്ലേ, എനിക്ക് കുറച്ച് കൂടുതൽ പറയാനുണ്ട്. പക്ഷേ രണ്ടുപേരും തമ്മിൽ നല്ല പിണക്കാണ് കേട്ടോ. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും ആയിഷ ബീവി നല്ല പിണക്കോ. അപ്പോഴാണ് പറഞ്ഞത്, പക്ഷേ എനിക്ക് കുറേയേറെ പറയാനെന്നെ നിങ്ങൾ പറയാൻ തുടങ്ങിക്കോ. പക്ഷേ ലാ തഖൂലു ഇല്ലൽ ഹഖാ, എന്നെ കുറിച്ച് എന്റെ വാപ്പാനോട് പറയുമ്പോ ഇല്ലാത്തതൊന്നും കയ്യിൽ നിന്നിട്ടിട്ട് കെട്ടിച്ചമച്ചു അപരാധം പറയരുത്, കള്ളമായ കാര്യങ്ങൾ നിങ്ങളെ പറയരുത് എന്ന് ആയിഷ റളിയല്ലാഹു തആല പറഞ്ഞപ്പോ ആദ്യം പറയുന്നതൊക്കെ കൊള്ളാം, പക്ഷെ എന്റെ വാപ്പാനോട് എന്നെ കുറിച്ച് കള്ളം പറയരുത്. ഇത് കേട്ട അബൂബക്കർ റളിയല്ലാഹു തആല ചാടി എഴുന്നേറ്റ് ആയിഷ റളിയല്ലാഹു അൻഹയുടെ പെരടിയും ചുമലും ചേർത്ത് അടി കൊടുത്തു തന്റെ മകളെ. എന്നിട്ട് രോഷത്തോടെ ചോദിച്ചു, ആയിഷ എന്തു വർത്തമാനമാണ് ഹബീബായ നബിയുടെ മുഖത്ത് നോക്കി നീ പറഞ്ഞത്? അവയഖൂലു ഇല്ലൽ ഹഖാ, ഹബീബായ നബി തങ്ങൾ ഇതേവരെ കള്ളം പറഞ്ഞിട്ടുണ്ടോ ആയിഷ?
ആയിഷ റളിയല്ലാഹു തആല പൊട്ടിക്കരഞ്ഞു പോയി. ഒന്നും ഭർത്താവിന്റെ മുമ്പിൽ തോറ്റുപോയി. എന്റെ വാപ്പാന്റെ കയ്യിൽ നടിയും കിട്ടി. ജാള്യതയോടെ വല്ലാത്ത ദുഃഖത്തോടെ ആയിഷ റളിയല്ലാഹു അൻഹ കരഞ്ഞപ്പോ അതേവരെ പിണങ്ങി നിന്ന ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ ഭാര്യയെ കുറിച്ച് മാത്രം പറഞ്ഞാൽ വിഷയം ഏകപക്ഷീയമാകുമല്ലോ. അതുകൊണ്ടാണ് സമയമില്ലാഞ്ഞിട്ടും ഇത് ഞാൻ ഓർമ്മിപ്പിക്കുന്നത്. ഹബീബായ നബി തങ്ങൾ ഓടിച്ചെന്ന് കരയുന്ന ആയിഷ റളിയല്ലാഹു അൻഹ തന്റെ റിസാലത്തിന്റെ നെഞ്ചകത്തോട് ചേർത്ത് പിടിച്ച് ആയിഷ റളിയല്ലാഹു അൻഹയുടെ കണ്ണുനീര് തുടച്ചു മാറ്റിയിട്ട് ഹബീബായ നബി തങ്ങൾ പറഞ്ഞ ആയിഷ കരയണ്ട ആയിഷ. തന്റെ ഭാര്യയുടെ കവിളിലൊരു കണ്ണുനീർത്തുള്ളി ഉരുണ്ടുകൊണ്ടപ്പോ അതേവരെ മനസ്സിലുണ്ടായിരുന്ന പിണക്കം മാറി. അവരോടിച്ചെന്ന് കെട്ടിപ്പിടിച്ചിട്ട് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചു, അബൂബക്കർ, എന്നെ ഞാൻ മധ്യസ്ഥനായിട്ടല്ലേ വിളിച്ചത്? നിന്റെ മകളാണെന്നത് ശരി തന്നെ, എന്റെ ഭാര്യ അടിക്കാൻ നിനക്കാര് അനുവാണെന്നു അബൂബക്കർ. നീ എന്റെ കൂട്ടുകാരനാണ്, പക്ഷേ നിന്റെ മകളാണ്. എന്റെ ഭാര്യ അടിക്കാൻ നിനക്കാരാണ് അനുവാദം തന്നത് അബൂബക്കർ? എന്റെ ഭാര്യയുടെ കണ്ണ് നിറയുന്നത് എനിക്ക് സഹിക്കാൻ കഴിയില്ലെന്ന് ലോകത്തോട് പറഞ്ഞ അതേവരെ കണ്ണുനീരിൽ ചേർന്ന് നിൽക്കുമ്പോഴും അവസാനം തന്റെ ഭാര്യ കണ്ണ് നിറയുന്നത് കണ്ടപ്പോ കൽബിന് സഹിക്കാൻ കഴിയാത്തവനാരോ, തന്റെ ഭാര്യയുടെ കണ്ണുനീര് സഹിക്കാൻ കഴിയാത്തവനാരോ അവനാണ് യഥാർത്ഥ ഭർത്താവെന്ന് ലോകത്തോട് പഠിപ്പിച്ചു കൊടുത്ത. സ്നേഹം മറച്ചു പിടിക്കാനല്ല, സ്നേഹം അത് പ്രകടിപ്പിക്കാനുള്ളതാണെന്ന് ലോകത്തോട് പറയാനാണ് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ വന്നത്. അല്ലാഹു നമുക്ക് ആ സ്നേഹബന്ധത്തിന്റെ ഭാരബന്ധം അല്ലാഹു നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ പറയ്. അല്ലാഹു അങ്ങനെയുള്ള ബന്ധം നൽകി അനുഗ്രഹിക്കട്ടെ. അവസാനം വരെ മരണം വരെ സ്നേഹിച്ച് മരണശേഷം സ്വർഗത്തിൽ എത്തിച്ചേരാൻ അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അങ്ങനത്തെ ഒരു നല്ല ഭാര്യ ഭർത്തൃ ബന്ധം വേണമെന്ന് ആഗ്രഹമുണ്ടോ നിങ്ങൾക്ക്? ഉണ്ടാ ഉണ്ടോ? മനുഷ്യന്മാരും തലയെങ്കിലും ആട്ടി ഒന്ന് തലയാട്ടി. ആ മാഷാ അല്ലാഹ്. എന്നാ ഒരു ചെറിയ കാര്യം പറഞ്ഞുതരാൻ ഇൻഷാല്ലാഹ് ചെയ്യൂ. ഇത് ഞാൻ പറഞ്ഞതല്ല, ഖുർആൻ. ഏറ്റവും നല്ല ഭാര്യയെ കിട്ടിയത് മൂസാ നബിക്ക്. ആർക്ക്? മൂസാ നബിക്ക്. എങ്ങനെ കിട്ടിയെന്നറിയോ? എങ്ങനെ കിട്ടിയെന്നറിയോ? ഈജിപ്തിൽ നിന്ന് അല്ല, കനാനിൽ നിന്ന് ഈജിപ്തിലേക്ക് ഒളിച്ചോടുകയാണ്. ഒരു കൊലപാതകത്തിന് പ്രതി ചേർക്കപ്പെട്ട് കനാനിൽ നിന്ന് ഈജിപ്തിലേക്ക് ഒളിച്ചോടുകയാണ്. അങ്ങനെ ഒളിച്ചോടുന്ന വഴിയിൽ ഒരു നാട്ടിലെത്തിയപ്പോ ഭയങ്കര ആൾക്കൂട്ടം. കഥ പറയാൻ സമയമില്ല. ഖുർആൻ സൂറത്തുൽ ഖസസിലെ കഥയുണ്ട്, ചരിത്രം. നോക്കിയപ്പോ പാവപ്പെട്ട രണ്ട് പെൺകുട്ടികൾ, ആര് സഹായിക്കാനില്ലാത്ത, ഒരാൾ പോലും സഹായിക്കാനില്ലാത്ത രണ്ട് പെൺകുട്ടികൾ അവരുടെ ആടിന് വെള്ളം കൊടുക്കാൻ കഴിയാതെ നിൽക്കാണ്. കാരണം കിണറിന്റെ ചുറ്റും പുരുഷന്മാരാണ്. ഈ പെൺകുട്ടികളെ സഹായിക്കാൻ ആരില്ല. കൈക്കരുത്തുള്ള ഒരു കാര്യം കണ്ടിട്ട് പോവാണ്. മൂസാ നബി ആ പെൺകുട്ടികളുടെ അടുക്കൽ വന്നു. ഒന്നുമില്ലാതെ ഓടുക, നാട് വിടുക. ഒരു ഭക്ഷണത്തിന്റെ ഗതി പോലും ഇല്ല. ഇത് ഖുർആനാണ്, വാക്കവിയുടെ വകയാണ്. നമ്മളെ അവസ്ഥയിലായിരിക്കും ഇപ്പൊ കടമൊക്കെ വന്ന് വല്ലാത്ത പ്രതിസന്ധിയിലായിരിക്കും നമ്മളിപ്പോ നിൽക്കുക. ഇപ്പൊ പറയും, ഉസ്താദെ പിരിവൊന്നും ചോദിക്കല്ലേ, ഭയങ്കര ടൈറ്റാണ്. എല്ലാരും പറയുന്ന വാക്കാണ്, ഭയങ്കര ടൈറ്റാണ്. ഞാൻ ചോദിക്കട്ടെ, ഭയങ്കര ടൈറ്റ് ഒക്കെ ശരി തന്നെ, എന്നാൽ ഈ കോഴിക്കോട് ബൈപ്പാസിൽ നിൽക്കണ ഏതേലും കടയിൽ ഷവർമയോ ബ്രോസ്റ്റ് കൂടിയോ മിച്ചം വന്നിട്ട് കുഴിച്ചിടണുണ്ടോ? ഉണ്ടെങ്കിൽ നിങ്ങൾ പറയും. ഉണ്ടാ? ഇല്ല, തികയണില്ല. വീണ്ടും പുതിയ ഹോട്ടൽ വരികയാണ്. ഏതെങ്കിലും കല്യാണത്തിന് ആർഭാടത്തിന് കുറവുണ്ടോ? സൗദിയിൽ പ്രശ്നമുണ്ട്, ദുബൈയിൽ പ്രശ്നമുണ്ട്. കല്യാണത്തിന് ഏതെങ്കിലും ആർഭാടത്തിന് കുറവുണ്ടോ? വെക്കണ വീടിന് വലിപ്പം കുറഞ്ഞിട്ടുണ്ടോ? ഉണ്ടോ? ഒന്നുമില്ല. എല്ലാം പൂർവാധികം ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്. പള്ളിക്കോ എത്തിങ്ങാനൊക്കെ ചോദിച്ചു, ഉസ്താദെ വലിയ ടൈറ്റാണ്. പാവപ്പെട്ടവന് വേണ്ടി ചോദിച്ചു, ഒന്നുമില്ല. സഹോദര, നീ അള്ളാഹു ചെയ്ത അനുഗ്രഹത്തോട് നന്ദിയുള്ളവനാണെങ്കിൽ ആ ചെലവുകൾ ചുരുക്കിയിട്ട് അള്ളാഹുടെ മാർഗത്തിൽ ദാനം ചെയ്യണം. എന്നാലേ എന്റെ റബ്ബെനിക്ക് വിശാലത തരൂ എന്ന് തരുന്നത്. ഫൈസൽ സാഹിബ് പറഞ്ഞതുപോലെ പൈസ ഇല്ലാന്നൊക്കെ പറയും. ബൈപ്പാസിൽ ഏതെങ്കിലും ഒരു പോസ്റ്റലില് ബിസിനസ്സിൽ ഷെയർ ചൂടാൻ താല്പര്യമുള്ള ഒരു ആവശ്യമുണ്ട്, പ്ലീസ് കോൺടാക്ട് 98464646. അപ്പൊ വിളിച്ചിട്ട് പറയും, ഒരു 10 ലക്ഷം എന്റെ കയ്യിലുണ്ട്, വേണേ തരാം. ആരാ ചെയ്യാത്ത?
അള്ളാഹുടെ കാര്യത്തിൽ വലിയ പിശുക്ക. യഥാർത്ഥത്തിൽ നമ്മുടെ അവസ്ഥയിലാണ് മൂസാ നബി. ഒന്നുമില്ല, നാടും വീടും വിട്ടിട്ട് മറ്റൊരു നാട്ടിലേക്ക് ഗതികെട്ടോടുകയാണ്. ആ രണ്ട് പെണ്ണുങ്ങളെ കണ്ടപ്പോ ചോദിച്ചു, കാലമാ ഖത്ബുക്കുമാ, എന്തേ നിങ്ങൾ ഈ വനാന്തരത്തിൽ നിൽക്കുന്നിടല്ല? അവര് പറഞ്ഞു, ഞങ്ങളുടെ ആടുകൾക്ക് വെള്ളം കോരിക്കൊടുക്കാൻ ഞങ്ങളെ സഹായിക്കാൻ ആരുമില്ല. വാബൂനാ ശൈഖുൻ കബീർ, ഞങ്ങളുടെ വാപ്പ വയോവൃദ്ധനായി തളർന്നു വീട്ടിലാണ്. ശുഐബ് നബിയുടെ പെൺമക്കളാണവർ. മൂസാ നബി എന്ത് ചെയ്തെന്നറിയോ? കോൺകോടിന്റെ എന്റെ പ്രിയപ്പെട്ട പ്രവർത്തകരോട് എല്ലാ ചെറുപ്പക്കാരെയും മാറ്റിയിട്ട് മൂസാ നബി ആര് സഹായിക്കാനില്ലാത്ത പെൺമക്കൾക്ക് വെള്ളം കോരി കൊടുത്ത് ആ പാവപ്പെട്ടവരെ കയ്യേഞ്ഞ് സഹായിച്ചു അത്രേ. എന്നിട്ട് ആ പെൺമക്കൾ വീട്ടിലേക്ക് പോയി. എന്നിട്ട് മൂസാ നബി ആ മരത്തിന്റെ തണലിലേക്ക് മാറി നിന്നു. അല്ലാഹുവേ, ഈ കൊടുങ്കാട്ടിൽ പേടിച്ചോടി വന്നവനാണ് ഞാൻ, എന്നെ സഹായിക്കാൻ ആരുമില്ലല്ലോ അല്ലാ. മൂസാ നബി മരത്തണലിൽ മാറി നിന്ന് ഖുർആൻ പറയുകയാ. എന്നിട്ട് പറഞ്ഞ, അല്ലാഹുവേ, എന്റെ കയ്യിൽ ഒന്നുമില്ലാതെ അഭയാർത്ഥിയെ പോലെ ഞാൻ ഓടി നടക്കുമ്പോഴും ഒരു പാവപ്പെട്ട രണ്ട് സഹോദരിമാരെ ഞാൻ സഹായിച്ചിട്ടുണ്ട് റബ്ബേ. ഖാല റബ്ബി ബിമാ അൻസൽത ഇലയ്യ മിൻ ഖൈരിൻ ഫഖീർ, നിന്റെ സഹായം ഏറ്റവും ആവശ്യമുള്ള അവസ്ഥയിലാണ് ഞാൻ നിൽക്കുന്നത്. പടച്ചവനെ, എന്നെ സഹായിക്കണേ അല്ലാഹ്. എല്ലാവരും തിരിച്ചുപോയി. വനാന്തരത്തിൽ മൂസാ നബി ഒറ്റക്കായി. ഈ പെൺമക്കള് നേരത്തെ വീട്ടിൽ പോയപ്പോ വാപ്പയായ ശുഐബ് നബി ചോദിച്ചു, നിങ്ങൾ എന്താ നേരത്തെ വന്നത്? വാപ്പാ, വനത്തിൽ വെച്ച് മാന്യനായ ചെറുപ്പക്കാരൻ ഞങ്ങളെ സഹായിച്ചു വാപ്പാ. ശുഐബ് നബി പറഞ്ഞു, ആ ചെറുപ്പക്കാരനെ വിളിച്ചു കൊണ്ടുവാ. മൂത്ത പെൺകുട്ടിയായ സാഫൂറ റളിയല്ലാഹു അൻഹാ അവിടേക്ക് ചെന്നിട്ട് പറഞ്ഞു, ചെറുപ്പക്കാരാ, യാ അബത്തിസ്തഅ്ജിറുഹു, നിങ്ങളുടെ വാപ്പ നിങ്ങളെ അന്വേഷിക്കുന്നുണ്ട്. ആരാരുമില്ലാതെ കൊടുങ്കാടിൽ നിന്ന വാപ്പ ആ മൂസാ നബി ശുഐബ് നബിയുടെ വീട്ടിലെത്തി. ശുഐബ് നബി കഥകൾ ചോദിച്ചറിഞ്ഞു. എന്റെ കനാനിൽ നിന്ന് ഫറോവയുടെ കൊട്ടാരത്തിൽ നിന്ന് ഒരു കൊലപാതക കേസിൽ പ്രതി ചേർക്കപ്പെട്ട് എന്നെ കൊല്ലാൻ പടയാളികൾ വന്നപ്പോ പ്രാണക്ഷാത്തം ഓടി ഓടി കാട്ടിലെത്തിയതാണ്. ഭക്ഷണം കഴിച്ചിട്ടില്ല, തലചായ്ക്കാൻ ഇടമില്ല, അപരിചിതനായ എന്നെ സഹായിക്കാൻ ഒരാളുമില്ല. ഖുർആനാണ് പറയുന്നത്, കബീർ ബാക്കവിയല്ല. അൽഹംദുലില്ലാഹ് 18 വർഷം കൊണ്ട് ഞാൻ പ്രസംഗിച്ചത് ഈ ഖുർആൻ തന്നെയാണ്. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ, അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ, അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. അതുകൊണ്ടാണ് ഹംദാൻ ഫൗണ്ടേഷൻ രൂപീകരിച്ചത്. കൊല്ലത്തെ ഹംദാൻ ഫൗണ്ടേഷൻ എന്ന കേരളത്തിലെ ആദ്യത്തെ ഖുർആൻ വില്ലേജ് ഈ വിനീതന്റെ നേതൃത്വത്തിൽ നടക്കുകയാണ്. 130 ഹാഫിളീങ്ങളാണ് അവിടെ ദുആ ചെയ്യുന്നത്. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. ആ വാപ്പയോട് ചോദിച്ചു, മൂസാ നബി ചോദിച്ചു അത്രേ, നീ പാവപ്പെട്ടവരായ രണ്ടുപേരെ സഹായിച്ചതിന് നിനക്ക് ഞാനൊരു പ്രതിഫലം തരട്ടെയോ? എന്താണ് പ്രതിഫലം എന്നറിയുമോ? എന്റെ മകളെ നിനക്ക് ഞാൻ വിവാഹം ചെയ്ത് തരികയാണ്. പ്രിയപ്പെട്ട സഹോദര സഹോദരി, ആരാരുമില്ലാതെ വഴിതെറ്റി നിന്ന രണ്ടുപേരെ സഹായിച്ചപ്പോ ആ സഹായത്തിന് പകരമായി മൂസാ നബിക്ക് അല്ലാഹു കൊടുത്തത് സാലിഹത്തായ ഒരു ഭാര്യയാണ്. അതുകൊണ്ട് കോൺകോട് എന്ന പേര് ഈ നാട്ടിലെ പാവപ്പെട്ട അഗതികളായ, അനാഥകളായ, നിരാലംബരായ, നിരാശ്രയരായ പാവപ്പെട്ടവരെ സഹായിക്കാൻ ഒരുമിച്ച് കൂടിയ ഒരു കൂട്ടായ്മയാണ് കോൺകോട് എന്നത്. ആ കോൺകോടിന് വലിയ ലക്ഷ്യങ്ങളുണ്ട്. പാവപ്പെട്ടവരെ സഹായിക്കണം. കരിഞ്ചോര ദുരന്തമുണ്ടായപ്പോഴടക്കം സന്നദ്ധ സേവനങ്ങൾ ചെയ്ത ഈ നാട്ടിലെ ക്യാൻസർ രോഗികൾക്ക്, ഈ നാട്ടിലെ അഗതികൾക്ക്, ഈ നാട്ടിലെ കഷ്ടപ്പെടുന്നവർക്ക് എഴുന്നേറ്റുന്നു മലമൂത്ര വിസർജനം ചെയ്യാൻ പോലും കഴിയാറ് ശയ്യാവലംബികളായി കിടക്കുന്ന പാവങ്ങൾക്ക്, ആരുമില്ലാതെ ആരോരുമില്ലാതെ കഷ്ടപ്പെടുന്നവർക്ക് വേണ്ടിയാണ് ഈ സഹോദരങ്ങൾ ഒരുമിച്ച് കൂടിയത്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് ഞാൻ ഓർമ്മിപ്പിക്കുന്നത്, സമ്പത്ത് തരുന്നത് അല്ലാഹുവാണ്, അത് തിരിച്ചെടുക്കുന്നതും പടച്ച റബ്ബാണ്. അല്ലാഹു നമുക്ക് തന്നത് നിലനിർത്തി തരട്ടെ ഇൻഷാ അല്ലാഹ്. കുടുംബ ജീവിതത്തിലെ സന്തോഷവും സമാധാനവും സംതൃപ്തിയും സന്തുഷ്ടിയും
ഉണ്ടാകണമെങ്കിൽ പാവങ്ങളെ സഹായിക്കുന്നതിന് മുഴുകിക്കോ. അത് മൂസാ നബി ചെയ്ത ജോലിയാണെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ